ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമ്പം ഞാൻ ചിന്തിച്ചത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ശൈലി ഉണ്ടാക്കുക എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ പണി തുടങ്ങിയത്. നമുക്ക് വേറൊരാളാവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ്, ഇത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പറയാത്തൊരു കാര്യമാണ്, അഭിഷാദ് ഗുരുവായൂരിനെ കോപ്പി അടിക്കും. ഒരു മനുഷ്യരും ഇവിടെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനൊരു പകരക്കാരനെ വിടാനും പറ്റില്ല. പല ബിസിനസ്സുകളും പൊട്ടുന്നതിൻ്റെയും പല റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ആവുന്നതിൻ്റെയും കാരണം ഈ അൺവാണ്ടഡ് തിരക്കാണ്. അവന്മാരുടെ കോള് ഞാൻ 2 ദിവസം എടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു പരാതി. ഞാനൊരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോയപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്ന ഒരാൾ പറഞ്ഞതാണ്, പൈസ കിട്ടാതെ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ട്രെയിനിങ്സുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഹോളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടാവുക ഞാനായിരിക്കും. കാശ് കൊണ്ട് നേടാൻ പറ്റാത്ത കുറേ സാധനം ഉണ്ടെങ്കിലും ഇങ്ങനൊരു സ്റ്റേജ് കിട്ടാൻ ചാൻസ് ചോദിച്ച് നടന്നിട്ടൊരു പ്രവീണുണ്ടാവും. ഈ ഫീൽഡിൽ വന്ന ആദ്യത്തെ 7 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻകം വരാൻ തുടങ്ങി. എൻ്റെ അടുത്ത് 9:30 എന്ന് പറഞ്ഞു, ഞാൻ 8:30 എത്തി. അവിടെ ഇരുന്ന് 3:30 ആയിട്ട് എന്നെ വിളിച്ചില്ല. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കാശ് പറഞ്ഞിട്ട് ഡിവലി നടത്താറില്ല. 139 പള്ളികളിൽ ക്ലാസ്. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ജോലി ഫോട്ടോ വാഷറായിട്ടാണ്. പോണ പോക്കിൽ ഫാദർ ഒരു 500 പൗണ്ട് തന്നു. 17 പൗണ്ട് ആവണവരെ എനിക്ക് ജോലി കിട്ടിയില്ല. എവറി സിംഗിൾ തിങ് ഇസ് ഹാർഡ് ബിഫോർ ഇറ്റ്സ് ബിക്കം ഈസി. ഇത് സക്സസ്ഫുൾ ആകുമ്പോണ്ടല്ല ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാൻ ഭയങ്കര ശരിക്കും. വെൽക്കം ടു JC സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഒരു ഓൾറൗണ്ടർ, ബേസിക്കലി ഒറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ അത് തന്നെയാണ്, ഓൾറൗണ്ടറാണ് പുള്ളി ചെയ്യാത്ത മേഖലകളില്ല. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ മോട്ടിവേറ്ററാണ്, പിന്നെ എന്തൊക്കെയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ഫിലിമിൽ നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഗസ്റ്റിൻ്റെ പേര് പ്രവീൺ ചിറയത്ത്, ഞങ്ങളുടെയൊക്കെ ഒരു ബോസും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാറേ നമസ്കാരം. താങ്ക് യു സച്ചിൻ. താങ്ക് യു. സാറ് തൃശ്ശൂരാണ് അതെ, ഗുരുവായൂർ അടുത്ത് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചത്. നാട്ടിൽ തന്നെ, നാട്ടിൽ നമ്മുടെ ഞങ്ങളുടെ പള്ളി സ്കൂളിലാണ് സ്കൂളിംഗ് തുടങ്ങിയത്. 7ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് കോളേജ് 8, 9, 10 തൊട്ടടുത്തുള്ളൊരു ഹൈസ്കൂള്. പ്രീ ഡിഗ്രി നാട്ടിൽ തൃശ്ശൂർ തന്നെ ടൗണിൽ, ഡിഗ്രി ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ. പിന്നെ PG ഒക്കെ ആയപ്പോൾ വിദേശത്തോട്ടൊന്ന് പോയി, സ്വിറ്റ്സർലൻഡിലാണ് PG ചെയ്തത്. അല്ല, അവിടെയും താരം തന്നെയായിരുന്നു. അവിടെ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളെവിടെ പോയാലും താരമാകണം. ശരിയാണ്. ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഒരു മോട്ടിവേറ്ററാണ്, അതേപോലെ തന്നെ ഒരുപാട് കോളേജ് കുട്ടികൾക്ക് വരെയും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ആ ഒരു ഫീൽഡിലേക്ക് എത്ര വർഷമായി? ഞാനിപ്പോൾ ട്രെയിനിങ് മേഖലയിൽ വന്നിട്ട് 21 വർഷമായി. 2004 ഞാൻ ട്രെയിനിങ് മേഖലയിലേക്ക് വരുന്നത്. 21 വർഷം, 21ലേക്ക് കടക്കാൻ പോകും. പലരും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം പറയുന്നത്, ഞാൻ സാറിൻ്റെ ട്രെയിനിങ് എനിക്ക് അത്യാവശ്യം ഒരു 3-4 വട്ടം കേൾക്കാനും കാണാനും നേരിട്ട് സാധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ പോസ്റ്റിംഗ് സാറ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. MC ആയിട്ട് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. കാരണം വെച്ചാൽ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പല സ്റ്റേജിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മൈക്ക് എടുക്കുന്നത് ഷൂട്ടിംഗ് സമയത്ത് ആക്ഷൻ പറയാനും കട്ട് പറയാനും ഡയറക്ടർ ചിലപ്പോൾ ചീഫ് അസോസിയേറ്റ് ആയത് കൊണ്ടിട്ട് എന്നെ ഏൽപ്പിച്ച് പോകുമ്പോൾ മാത്രമേ മൈക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കയ്യിലെടുക്കുന്നത്. പക്ഷെ സാറിൻ്റെ പല പരിപാടികളും MC തുടങ്ങി സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ വരെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സാറിനെ പോലെ ആവണം. എനിക്ക് പ്രവീൺ സാർ സംസാരിക്കുന്ന പോലെ, സത്യം സീരിയസ് ആയിട്ട് പറയുന്നു, പക്ഷെ പ്രവീൺ സാർ സംസാരിക്കുന്ന പോലെ ആവണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു എക്സ്പീരിയൻസ് വേണം. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. സ്റ്റേജ് ഫിയർ ഒന്നുമില്ല, അതൊന്നുമില്ല, ഇന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്കാരുടെ എന്ത് പറയണം, പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റേഷൻ പറഞ്ഞ് അടിയിട്ടു. അപ്പോൾ പിന്നെ ഞാൻ പല കഥകളും എന്ന് നോക്കി, സാറിനെ പോലെ ആവണമല്ലോ, സാറ് പറയുന്ന പോലെ ആൾക്കാരെ കയ്യിലെടുക്കാൻ സാധിക്കണം. കയ്യിലെടുത്താൽ മാത്രമേ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്ന അവർക്കത് നമ്മളൊരു താല്പര്യം തോന്നുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഞാൻ പല കഥകളും ചെയ്യാൻ തുടങ്ങി. പല കഥകളിലൂടെ ആയിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആൾക്കാർക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പക്ഷെ സാറിൻ്റെ ഒരു പകുതി പോലും ആയിട്ടില്ല കേട്ടോ. അല്ല, നമുക്ക് വേറൊരാളാവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും. ഇതിനകത്ത് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമ്പം ഞാൻ ചിന്തിച്ചത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ശൈലി ഉണ്ടാക്കുക എന്നൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ പണി തുടങ്ങിയത്.
പക്ഷെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ സോഷ്യൽ മീഡിയ പേജും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ റീച്ചായി വന്നപ്പം ഇപ്പം ഞാൻ കേൾക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ്. ഇത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പറയാത്തൊരു കാര്യമാണ്. ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ്, അഭിഷാദ് ഗുരുവായൂരിനെ കോപ്പി അടിക്കും. ഇതാണ് ഇപ്പം ഞാൻ കേൾക്കുന്ന ആരോപണം. എൻ്റെ പേജിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറേ ആളുകൾ എഴുതുന്നുണ്ട്. ഈ അഭിഷാദ് ഗുരുവായൂർ ഞാൻ ഒരേ സ്കൂളിൽ പഠിച്ചതാ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങൾ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 10-15 വർഷത്തെ പരിചയമുണ്ട്. നല്ല സുഹൃത്തുക്കളാണ്. അപ്പം ആളും ഇങ്ങനെ ഹ്യൂമറായിട്ട് സംസാരിച്ച് ട്രെയിനിങ് നടത്തുന്ന ആളാണ്. ഞാനും അതേ റൂട്ട് തന്നെയാണ്. അപ്പോഴാണ് ഈ കമ്പാരിസൺ വരുന്നത്. അപ്പം ഞങ്ങൾ ഈ നാടൻ ശൈലി ആയതുകൊണ്ട്, ഞങ്ങൾ ഓരോ നാടുകൾക്ക് ഓരോ ശൈലി ആയിരിക്കുമല്ലോ. അപ്പം ആ ഒരു ശൈലി വരുമ്പോഴേക്കും ആളുകൾ ഈ കമ്പയർ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാരിസനാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ എനിക്ക് സച്ചിനോ ആവണ്ട, സച്ചിനും പ്രവീണോ ആവണ്ട. സാർ ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ വേറൊരു കാര്യം പറയാം. സാറിൻ്റെ സുഹൃത്ത്, സാറിൻ്റെ കോളേജിൽ പഠിച്ച സുജിത്ത് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ ആലുവയിലാണ് താമസം, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ സംസാരിക്കുന്നത്, അപ്പോൾ പറഞ്ഞ് എൻ്റെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്, അന്നേ വലിയ കാറിനൊക്കെ വന്ന വലിയ ആളാണെന്നൊക്കെ പറഞ്ഞ് സാറിനെ ഇങ്ങനെ ഭയങ്കര ഹൈപ്പിലൊക്കെയാണ് പറഞ്ഞത്. കാരണം കാശില്ലാത്ത ആളൊന്നും ഇല്ലട്ടാ, പുള്ളി ഭയങ്കര പൈസ ഉള്ള ടീമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞത്. പുള്ളി പറഞ്ഞു. അപ്പോൾ ഇന്നലെയും ഞാൻ സാറാണ് ഞങ്ങൾക്ക് നാളത്തെ ഗസ്റ്റ് എന്നിങ്ങനെ വിളിച്ച് അവനോട് സംസാരിച്ചു. വല്ലപ്പോഴും ഇപ്പോൾ വിളിക്കാറുള്ളൂ, കാരണം പുള്ളിയും തിരക്കും ഞാനും തിരക്കും. അപ്പോൾ ഇന്നലെ അൺഎക്സ്പെക്റ്റഡായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടോ നാളെ നമ്മുടെ ഇതിന് വന്നത് തൻ്റെ നാട്ടുകാരനാണ്, തൻ്റെ കോളേജ് മേറ്റാണ്, പ്രവീൺ സാറാണെന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിത് പറയാൻ കാരണം അതാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ രണ്ടുപേരും കോപ്പി അടിക്കുന്ന സമദാനിനെയാണെന്ന് പറയും. കാരണം നിങ്ങളുടെ ശൈലി എന്ന് പറയുന്നത് സമദാനിയുടെ ശൈലിയും ഒരേ ശൈലിയിൽ പോകുന്നു. അങ്ങനെ അദ്ദേഹം നമുക്ക് ഈ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ല, ഞാൻ മനസ്സിലാക്കി. ഞാനതാ പറഞ്ഞു വന്നത്. നമ്മൾ കോപ്പി അടിയും ഇൻഫ്ലുവൻസിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പലരും ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വരും. അതെ. അല്ലെങ്കിൽ നമ്മളെ പലരും ഇൻഫ്ലുവൻസ്. അതെ അതെ. അപ്പോൾ അവരുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്തു വരും. അതല്ലേ കോട്ട്സ് എന്ന് പറയുന്നത്. കറക്റ്റ്. ഒരു കോട്ട് പറയുന്നത് ആരോ പറഞ്ഞ കോട്ടല്ലേ? അതെ അതെ. അപ്പോൾ അത് കോപ്പി അടിയാണോ? അതെ അതെ. അത് കോപ്പി അടി എന്ന് പറയുന്നത് അയാളെ അതുപോലെ മിമിക് ചെയ്യാൻ നോക്കുക, അതേപോലെ തന്നെ ആക്ടിങ് ചെയ്യാൻ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ കോപ്പി അടി ആവണത്. തീർച്ചയായിട്ടും. പിന്നെ അതൊരു ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ആര് എന്നുള്ളത് പലരുടെയും കയ്യിൽ നിന്ന് കിട്ടിയ കോൺട്രിബ്യൂഷനാണ്. അത്രേ ഉള്ളൂ. അതിൽ എൻ്റെ അച്ഛന് പങ്കുണ്ട്, അമ്മയ്ക്ക് പങ്കുണ്ട്, അയൽപ്പക്കക്കാർക്ക് പങ്കുണ്ട്, എൻ്റെ റിലേറ്റീവ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് പ്രവീണും സച്ചിനും ഇവിടെയുള്ള എല്ലാവരും. അപ്പം ഒരു മനുഷ്യനും ഇവിടെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആളുകൾ ഇങ്ങനെ പഞ്ച് ഡയലോഗ് എടുത്ത് പറയാം, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്നൊക്കെ പറയുമ്പോൾ ബിസിനസ്സുകാർക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇത് അവൻ ചെയ്യുന്ന കച്ചവടത്തിൽ വാങ്ങാൻ ആരൊക്കെ ഉണ്ടായിരുന്നു, അതെ അതെ, അവന് പ്രോഡക്റ്റ് കൊടുക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു, അവനിത് സെയിൽ ചെയ്യാൻ സെയിൽസ് ടീം ഉണ്ടായിരുന്നു, അവൻ HR ടീം ഉണ്ടായിരുന്നു, അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു, ടാക്സ് കാര്യങ്ങൾ ചെയ്യാൻ CA-കാരനുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കൂടി ചേർന്നാണ് ഒരു വ്യക്തി. അതെ. പക്ഷെ ചില ആളുകൾ അങ്ങോട്ട് മറക്കും. ചില ആളുകൾ ചില റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അയാളുടെ ബിസിനസ് പോവുക, അല്ലെങ്കിൽ അയാളുടെ ജീവിത ശൈലി മാറുക എന്നൊക്കെ ആകുമ്പോൾ ഈ വന്ന വഴി അങ്ങോട്ട് മറക്കും. കറക്റ്റ്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോഴാണ് ആളുകൾക്ക് ജാട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള. എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുന്നിലാണ് നമ്മൾ ജാട കളിക്കാൻ പോകുന്നത്? ഞാൻ എത്ര നിസ്സാരനാണെന്നറിയോ നിങ്ങൾക്ക്? ഇന്നത്തെ ഈ പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾ ഒരാഴ്ചയായി നമ്മളിങ്ങനെ കോണ്ടാക്റ്റിൽ നിൽക്കണം, എന്നാ ചെയ്യുക, എപ്പോഴാണ് വരിക, എപ്പോഴാണ്. ഇന്നലെ എൻ്റെ നാവിലൊരു വായ്പുണ്ണ് വന്നാൽ തീരാവുന്ന പ്രശ്നം അത്രേ ഉള്ളൂ. അതെ. അല്ലെ, ഈ മൗത്ത് അൾസർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സുഖം. ഒരു ചെറിയ വായ്പുണ്ണ് വന്നാൽ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. എൻ്റെ ഇൻകം നിൽക്കും. ഞാൻ നാവുകൊണ്ട് ജീവിക്കുന്ന ആളാണ്. നമ്മളൊരു വലിയൊരു ഇവൻ്റൊക്കെ പ്ലാൻ ചെയ്ത് ആ ഇവൻറ്റിന് പോണതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഒരു പല്ല് വേദന വന്നു, അതെ തീർന്നു. കറക്റ്റാണ് സാർ പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ വിളിച്ചു പറയേണ്ടി വരും, സോറി എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എനിക്കത് സംസാരിക്കാൻ പറ്റാത്തൊരു, എൻ്റെ പെർഫോമൻസ് അവിടെ വരാൻ പറ്റാത്തവർ. എൻ്റെ ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനൊരു പകരക്കാരനെ വിടാനും പറ്റില്ലല്ലോ. പറ്റില്ല. ഇപ്പോൾ പ്രവീൺ ചിറയത്തിൻ്റെ ട്രെയിനിങ് ആയിരിക്കും ചിലപ്പോൾ ഒരു കമ്പനി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവർ നേരത്തെ പോസ്റ്ററൊക്കെ അടിച്ച്, അല്ലെങ്കിൽ അവരവിടെ ഇങ്ങനെ പറയണ്ടാവും ഇയാളാണ് വരണത് ട്രെയിനിങ്ങിന് എന്നൊക്കെ പറഞ്ഞ് ഹൈപ്പൊക്കെ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് വിളിച്ചിട്ട് സോറി എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ എൻ്റെ അസിസ്റ്റൻറ്റിനെ വിടാമെന്ന് പറഞ്ഞാൽ അവരായിട്ട് എനിക്ക് തെറ്റേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പം നമ്മളൊക്കെ അത്രയും നിസ്സാരരാണ്. ഒരു ചെറിയൊരു ഇഷ്യൂ മതി നമ്മുടെ കംപ്ലീറ്റ് ബാലൻസ് തെറ്റാനായിട്ട്. ആ ഒരു ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ജാട കളിക്കാൻ നേരമില്ലാത്തത്.
നിങ്ങൾ എപ്പോഴും വിളിച്ചിട്ട് എന്നെ കിട്ടാതിരുന്നുണ്ടോ? ഇന്ന് പലരും മറന്നു പോകുന്നൊരു കാര്യം ഇതാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ സാറിന് സത്യം പറഞ്ഞ ഒരുപാട് അത് നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിലായിരിക്കും. കോൾ യു ബാക്ക്. ഇന്ന് ഒരു വ്യക്തിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാക്കാണ് ഞാൻ തിരക്കിലാണ്. ഞാൻ മനസ്സിലാക്കിയോളം തിരക്ക് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഒരു സാധനം ഇല്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. അതെ. ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ ഷൂട്ട് അല്ലെങ്കിൽ ക്യാമറ കാര്യങ്ങൾ ഡയറക്ടർ എല്ലാവരും ഇരിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ ക്യാമറയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ വിളിച്ചാൽ ഞാൻ അപ്പം തന്നെ കട്ട് പറയും. തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോൾ ഈ സമയത്ത് ഒരു കോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരാളുടെ കോള് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ കോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഡയറക്ടറോട് പറയാം, അല്ലെങ്കിൽ ഞാൻ ക്യാമറയോട് പറയാം, സോറി മോനെ ഒന്ന് കട്ട് ചെയ്യണം, എനിക്കത് എടുക്കണം എന്ന്. കാരണം എന്താ അറിയോ, അതെടുത്തില്ലെങ്കിൽ എനിക്ക് വലിയൊരു ലോസ് വരും. കറക്റ്റ്. പക്ഷേ ആ വിളിക്കുന്നത് അത്ര ലോസ് വരില്ല എന്ന് തോന്നുന്ന ഒരു കോളാണെന്നുണ്ടെങ്കിൽ എടുക്കില്ല, ഞാൻ മൈൻഡ് പിന്നെ വിളിക്കാന്ന് വെച്ചാൽ. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ തിരക്കാരാണ്? അപ്പോൾ ഇവിടുത്തെ തിരക്കെവിടെ? നമ്മൾ തന്നെ. ഈ 2 കോളും വന്നു കരുതാം. അതിൽ ഒരാളുടെ അടുത്ത് ഞാൻ തിരക്കെന്ന് പറഞ്ഞു, വേറൊരാളുടെ അടുത്ത് ഞാൻ തിരക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഒരാൾ തിരക്കിലാവുന്നതും തിരക്കിലില്ലാണ്ട് വരുന്നത്. പിന്നെ കായികാധ്വാനം കൊണ്ട് തിരക്കിൽ പെടാം അല്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു മിഡിൽ ഓഫ് സംതിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്ന സമയത്ത് മേ ബി ഞാൻ ഫോൺ എടുത്തിട്ട് പറയാം, എടാ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, ഐ വിൽ കോൾ യു ബാക്ക്. ഇത്രയേ വേണ്ടൂ. പക്ഷേ ഇന്ന് ആളുകൾ ഈ തിരക്ക് എന്ന് പറയുന്നത് ഒരാളെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പലരും ആ തിരക്ക് തിരിച്ചു വിളിക്കില്ല, അവൻ തിരക്കോട് തിരക്കായിട്ട് വരും. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ തിരക്ക് കാണിച്ചാൽ പിന്നെ സച്ചിൻ എന്നെ വിളിക്കൂല. ഇല്ല അല്ലേ? സച്ചിന് കാര്യം മനസ്സിലാവും. കാരണം എന്താ, സച്ചിൻ എന്താ പറയാ, ഇയാളെ ഞാൻ വിളിച്ചിട്ട് ഇയാൾ എന്ത് തിരക്കാണ്, ഇയാൾക്ക് എന്നാലും വീട്ടിൽ പോകുമ്പോൾ രാത്രിയെങ്കിലും ഇയാൾക്കൊന്ന് തിരിച്ചു വിളിച്ചൂടെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സാധനം വരും, ഇയാൾ എന്നെ ഒഴിവാക്കാണോ. ഈ തോന്നലിൽ നമ്മളെ റിലേഷൻ തെറ്റും. പിന്നെ എനിക്ക് സച്ചിന് ആവശ്യം വരുന്ന സമയത്ത് ഞാൻ പറയും, സച്ചിൻ ഭായി തിരക്കായിരുന്നു, ഞാൻ അതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു നുണ പറയും, ഞാൻ സാറ് തിരക്കിലാന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാൻ, ഞാൻ സച്ചിൻ തിരക്കിലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിടന്നുകൊള്ളും. അതെ. ഇന്ന് എനിക്ക് മനസ്സിലായിടത്തോളം പല ബിസിനസ്സുകളും പൊട്ടുന്നതിൻ്റെയും പല റിലേഷൻഷിപ്പുകൾ ബ്രേക്ക് ആവുന്നതിൻ്റെയും കാരണം ഈ അൺവാണ്ടഡ് തിരക്കാണ്. കറക്റ്റ്. പറ്റൂല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നില്ലേ? തീർച്ചയായിട്ടും. അതിനൊരു റീസൺ കൂടി ഉണ്ടാവുന്നത്. ഇപ്പോൾ സച്ചിൻ വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സച്ചിൻ ഭായി ഒരു രക്ഷയില്ലാത്ത ദിവസമാണ് ഇന്ന്, ഷൂട്ടിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ. അപ്പോൾ നിങ്ങൾ വീണ്ടും ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യായിരിക്കും, അല്ല സാറേ ഇന്ന് ഞാൻ ഓൾറെഡി സ്റ്റുഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഓക്കെ ഫൈൻ ഞാൻ നോക്കാം, എന്നിട്ടല്ലേ കൺഫർമേഷൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ തിരക്ക് നല്ലൊരു ടോപ്പിക്കാണ്. അതെ അതെ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ആയാലും തിരക്കില്ലാണ്ട് എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വരട്ടെ. അല്ല, വരണം സാറേ. കാരണം വെച്ചാൽ സാറ് പറഞ്ഞതിൽ ഒരു പരമാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമില്ല. ഇന്ന് ഞാനും ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെ, ഒട്ടുമിക്ക ആൾക്കാരെ നമ്മൾ വിളിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ്, അങ്ങനെ തന്നെ പറയാം. ഞാനും എൻ്റെ വൈഫെല്ലാം അതൊരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ആളാണ്. ഞങ്ങളന്നും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരാൾ സാർ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഫോൺ എടുക്കും. നമ്മളെന്തെങ്കിലും നമുക്കൊരു മാനസിക പിരിമുറുക്കമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ അറിയോ സച്ചിൻ ഭായി, ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, അയാളുടെ അടുത്ത് വിളിച്ചാൽ ഞാൻ ഈ ഉദ്ദേശിച്ച കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാവും സത്യം എന്ന തോന്നലാണ് നിങ്ങൾ എന്നോട് വിളിക്കാൻ തോന്നുന്നു. ശരിയല്ലേ? ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. അത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ നിങ്ങളൊരു മീറ്റിങ്ങിലാവും ഇരിക്കുന്നുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങുമ്പോഴാവും. അല്ലാതെ നിങ്ങൾ വെറുതെ വിളിച്ചിട്ട് പ്രവീൺ സാറെ സുഖമാണോ എന്ന് ചോദിക്കാൻ വിളിക്കാറില്ല. ഒരിക്കലും ഇല്ല. എന്താ ഇപ്പോൾ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും വിളിക്കാറില്ല. അത് സ്ട്രിക്ട്ലി നമ്മൾ ബിസിനസ് പരമായിട്ട് തന്നെ ആയിരിക്കും. ഞാനും വിളിച്ചിട്ടുണ്ടാവില്ല സുഖം അന്വേഷിച്ചിട്ടൊന്നും വിളിക്കാൻ. ഞാൻ മീൻസ് ആ ഒരു ക്രൗഡിലല്ല നിങ്ങളുള്ളത്. അതെ, ടു ബി ഫ്രാങ്ക്. വെച്ചാൽ എല്ലാവർക്കും ഓരോ ഡിഫറെൻറ്റ് പോക്കറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് എൻ്റേതായ ചില ചങ്കുകളുണ്ട്. അവന്മാരുടെ കോള് ഞാൻ 2 ദിവസം എടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു പരാതി. അത് നാളെ ഞാൻ അവനെ കാണുമ്പോൾ അവൻ എന്നെ 2 പേര് വിളിക്കും. അപ്പോൾ ഞാൻ ഒന്ന് പോയാലെന്ന് പറയും, ഞങ്ങൾ കെട്ടിപ്പിടിക്കും പരിപാടി അല്ലേ. പക്ഷെ അത് ബിസിനസ് വേൾഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഒരു അത് സാറ് പറഞ്ഞ കറക്റ്റുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ സാറിനെ വിളിക്കുന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ തന്നെ പ്രവീൺ സാറേ എന്തേ സുഖമാണോ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, എന്നാൽ ശരിയേട്ടാ എന്നും പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആ ബിസിനസ് ഇതേ കാര്യം തന്നെയാണ്. ഞങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തവർ അവരുടേതായ കാര്യം വന്നപ്പോൾ ഞങ്ങളുള്ളിടത്ത് വന്ന് ഞങ്ങളെ കാണാൻ വന്നു. ഇപ്പോൾ അന്ന് അവർക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ അപ്പോൾ അന്നസായിട്ട് ഫോൺ എടുത്തു. കാരണം എന്താണ്, അവിടെയാണ് ഒരു വ്യത്യാസം ഉള്ളത്. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയോ,
നിങ്ങൾ എന്തിനാ ഈ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നത്? ഒരു 5 6 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുമ്പോഴേ ഗമ്മുണ്ടാവുള്ളൂ. നമുക്കൊരു വാല്യൂ, അതിനയാൾ ഉപയോഗിച്ച വാക്കാണത്, വാല്യൂ. ഞാൻ ഒന്ന് പോയാലും നിന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കോൾ ഞാൻ എടുക്കുന്നത്. അതിനേക്കാൾ വലിയ വാല്യൂ ഒന്നും എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പ്രവീൺ ചിറത്ത് വെറുതെ ഇരിക്കുകയാണ്. അതെ, നമ്മളൊരു പണിയില്ലാണ്ടിരിക്കാൻ. ചില ബിസിനസ്സുകാർക്ക് ഉണ്ടാകുന്ന സുഖമാണ്. നമ്മളെ വിളിച്ചിട്ട് ആദ്യത്തെ കോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കാൻ തോന്നിയാലോ. എനിക്കുണ്ടായിരുന്ന ഒരു ദുശീലം ഞാൻ പറയട്ടെ, ഇത് നല്ല കണ്ടന്റ് ആട്ടോ. ഇപ്പോൾ ചില ആളുകൾ എന്നെ വിളിക്കും, ട്രെയിനിങ് ബുക്ക് ചെയ്യാനാണ് വിളിക്കുക. എൻ്റെ ബിസിനസ് അങ്ങനെയാണല്ലോ. ഞാൻ ഭയങ്കര നിസ്സാരനാണ്. കാരണം എന്താ അറിയൂ, ഒക്ടോബർ വരാൻ പോവാണ് അല്ലേ, ഒക്ടോബർ 1 തൊട്ടിട്ട് എവിടെയാണ് ഞാൻ ജോലി ചെയ്യേണ്ടത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ആ ഡേറ്റുകൾ പോയിട്ടില്ല. എനിക്കിപ്പോൾ സെപ്റ്റംബർ 28 വരെയുള്ള കഥയെ അറിയുള്ളൂ. സെപ്റ്റംബർ 29 ഞാൻ അവിടെ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒക്ടോബർ 15 എവിടെയാ അപ്പോൾ പണിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അത് ഫില്ലായിക്കോളും, അങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് ഫില്ലായിക്കോളും. ഒരു 2 വീക്സ് 1 വീക്ക് 2 വീക്സ് ഒക്കെ ആകുമ്പോഴാണ് അതിങ്ങനെ ഫില്ലായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈഫിന് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എങ്ങോട്ടെങ്കിലും യാത്ര പോകാൻ. കറക്റ്റ്. ഇപ്പോൾ ഈ ഓണം വെക്കേഷന് ഞാൻ എൻ്റെ മക്കളോട് ടൂർ പോകാം എന്നൊക്കെ പറഞ്ഞ് കെട്ടി സൈസാക്കി സെറ്റായിട്ട് വെച്ചു. പക്ഷെ ആ പെർട്ടിക്കുലർ ഡേയിൽ ഒഴിവാക്കാൻ പറ്റാത്ത 2 മീറ്റിങ്ങുകൾ, ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ഞാൻ ആദ്യം വിചാരിച്ചത് കളയാണ്, പക്ഷെ അതിൻ്റെ പൈസ ആലോചിച്ച് നോക്കിയപ്പോൾ കളയാൻ തോന്നിയില്ല. കാരണം ഇത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഉണ്ടാക്കണേ. അതെ. അപ്പോൾ ഞാൻ മക്കളോട് 2 ആളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ അപ്പം ടൂറിന് വരും, നമുക്ക് ടൂറിന് പോവാം. പക്ഷെ അപ്പയ്ക്ക് വന്നാൽ ഇത്ര ലോസ് വരും, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. മൂത്ത ആളപ്പം തന്നെ പറഞ്ഞു, നമുക്ക് വേറെ ദിവസം പോവാം. ചെറിയ ആൾക്ക് അതിൻ്റെ അത്ര ഇങ്ങോട്ട് ഒരു വന്നിട്ടില്ല. അവൾ 5-ലായിട്ടുള്ളൂ. അപ്പോൾ അവള് പറഞ്ഞു, അപ്പം പറ്റിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റിച്ചിട്ടില്ല, നമുക്ക് ചെറിയൊരു ടൂർ ഇപ്പം പോവാം, എന്നിട്ട് അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വലിയൊരു ടൂർ പോവാം. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞിടത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ, കൊച്ചു പറയണതിൻ്റെ അപ്പുറത്തോട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് സെറ്റാക്കിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിന് പകരം ഞാൻ അവിടെ മുട കാണിക്കാൻ നിന്നാൽ ശരിയാ. ഇനി ഞാൻ ഭയങ്കര ഫാമിലി മാനാണെന്ന് പറഞ്ഞിട്ട് ആ വർക്ക് എടുക്കാതെ ഈ ടൂറിന് പോയാൽ പിന്നെ ചിലപ്പോൾ വീണ്ടും ടൂറിന് പോകാൻ എൻ്റെ കാശില്ലാണ്ട് വരും. കാരണം അയാൾ പിന്നെ വിളിക്കില്ലല്ലോ. കാരണം അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ എൻ്റെ ദുശീലം എന്താണെന്ന് ഞാൻ പറയാം. ദുശീലം എന്തായിരുന്നു വെച്ചാൽ, ചില ആളുകൾ ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ കഴിഞ്ഞ വർക്കൊക്കെ ഞാൻ ഇനിയുണ്ടെന്ന് പറഞ്ഞോളൂ. ചിലരിങ്ങനെ വിളിക്കും, ചിലരിങ്ങനെ തുടങ്ങും ഇങ്ങനെ, സാറേ എന്താ സുഖമാണോ, തിരക്കാണോ, അവിടെ ട്രെയിനിങ് ഉണ്ട്, ഇവിടെ ട്രെയിനിങ് ഉണ്ട്, മറ്റൊരു ട്രെയിനിങ് ഉണ്ട്, അപ്പുറത്തെ ട്രെയിനിങ് ഉണ്ട്. ഇതിലെ പകുതിയും കഴിഞ്ഞതായിരിക്കും. അപ്പം ഞാൻ തിരക്കുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയണത്. പക്ഷെ ഈ ആള് വിളിച്ചത് ട്രെയിനിങ് ബുക്ക് ചെയ്യാനായിരുന്നു. അപ്പം അയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് അയാളെ കൊണ്ട് വിളിപ്പിച്ച ആളോട് പറഞ്ഞു, അങ്ങൊരു ഭയങ്കര തിരക്കിലാണ് പോയി, വെറുതെ നമ്മൾ എന്തിനാ ഇവിടെ ഈ ചാനാട്ടിയിരിക്കാണ്. പിന്നീട് ഇദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഇദ്ദേഹം പറയണത്, ഞാൻ അന്ന് വിളിച്ചൊരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാണ്. ഒന്ന് പറയായിരുന്നല്ലോ. ഇപ്പം എൻ്റെ ഹോബി എന്താണെന്നറിയോ, ഞാൻ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയും. ഇത്ര ദിവസം തിരക്കുണ്ട്, എന്നിട്ട് അവരുടെ കൂടെ ഒരു ഡയലോഗും പറയും. എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് ഡേറ്റുകളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് കിടക്കെ നോക്കി അഡ്ജസ്റ്റ് മാറ്റാം. അപ്പോൾ ഒരു 1 തീയതി ഞാൻ നോക്കും. അപ്പോൾ അതിൽ മാറ്റാൻ പറ്റുന്ന ഡേറ്റ് ആണെങ്കിൽ മാറ്റും, അല്ലെങ്കിൽ പറയാം അന്ന് പറ്റില്ല വയ്യ, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡേറ്റ് ഫ്രീ ആണ്, ഞാനൊരു ഓപ്ഷൻ കൂടി കൊടുക്കും. അപ്പോൾ സംഗതി സെറ്റാ. മറ്റേ തരത്തിൽ ഈ പട്ടി ഷോ കാണിച്ചാൽ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞാൽ പട്ടി ഷോ, വെറുതെ ഷോ. ഞാൻ 1-ാം തീയതി അവിടെ, 2-ാം തീയതി ഇവിടെ, 3-ാം തീയതി അവിടെ, 4-ാം തീയതി ഇവിടെ, 5-ാം തീയതി ഇവിടെ, എന്നിട്ട് ഞാൻ വീട്ടിൽ. എൻ്റെ അത്രയും ഡേറ്റ് പോയില്ലേ. ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമാണ് ടൈം, സമയം. സത്യം, നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. ഇന്നലെ നമുക്കിനി ഒരു ചായ കുടിക്കാൻ പറ്റില്ല, ഇന്ന് കുടിക്കാം, നാളെ കുടിക്കാൻ പറ്റുമോ ശ്രമിക്കാം, വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഉള്ള സമയത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അതിൻ്റെ ഇടയിൽ തിരക്ക്, എന്തിട്ട് തിരക്ക്, വല്ലാണ്ട് തിരക്കായ ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല അല്ലേ. ഈ തിരക്കാണ് പല കുടുംബങ്ങളും തകർക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബിസിനസ്സുകാർ റേസിലേക്ക് തന്നെ വരാം. നമുക്ക് 4 ടൈപ്പ് ബിസിനസ്സുകാരുണ്ട്. ഒരു ടൈപ്പ് ബിസിനസ്സുകാരൻ എന്താണ്, ഇവൻ്റെ ഇഷ്ടം പോലെ കാശാ, ചിലവാക്കാൻ നേരമില്ല. ഇപ്പം കാശിൻ്റെ പിന്നാലെ കണ്ടിട്ട് ഓടണം, അവിടെ കച്ചവടം ഇവിടെ കച്ചവടം, അവിടുന്ന് പൈസ വന്നു ഇവിടുന്ന് പൈസ വന്നു. രണ്ടാമത്തെ ടൈപ്പ് ആരുണ്ടല്ലോ, ഇവൻ്റെ ഇഷ്ടം പോലെ സമയമാണ്, ചിലവാക്കാൻ കാശില്ല അല്ലേ. മൂന്നാമത്തെ അതിനേക്കാളും വലിയ കോമ്പിനേഷനാണ്, ഇവൻ്റെ സമയമില്ല കാശും ഇല്ല. ഇപ്പോൾ ഓട്ടം തന്നെയാണ്, കാലത്തോട്ട് വരെ ഓട്ടം തന്നെയാണ്, പക്ഷെ ഇവൻ്റെ ചിലവാക്കാൻ പൈസയും ഇല്ല സമയവും ഇല്ല. ഇനി 4-മത്തെ ഒരുത്തനുണ്ട്, ഇവൻ്റെ ഇഷ്ടം പോലെ കാശുമുണ്ട്, അത് ചിലവാക്കാൻ വേണ്ടി സമയമുണ്ട്. ഇതിൽ ഈ 4-മത്തെ ഐറ്റം ആവണം. അതാവാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സുകാരൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ബിസിനസ്സുകാരൻ കാശുണ്ടാക്കണം, ഉണ്ടാക്കിയ കാശ് നിലനിർത്തണം, നിലനിർത്തിയ കാശ് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു
നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇതിങ്ങനെയൊക്കെ എടുത്ത് കറങ്ങണം. മനസ്സിലായി. കുറേ പൈസ ഉണ്ടാക്കി അടക്കി വെച്ചിട്ട് ജീവിക്കാൻ പറ്റാണ്ട് മരിച്ചു പോയിട്ട് എന്താ കാര്യം? അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു ചിന്ത വേണ്ടി വരിക. ഞാൻ എവിടെ എത്തി നിൽക്കണോ എന്നൊക്കെ ചിന്തിക്കേണ്ടി വരും. ഇത് ചിന്തിപ്പിക്കലാണ് ഇപ്പം തൻ്റെ പണി. അതിനാൾക്കാർ ആ സംസാരമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കവർ തരും, അത് വാങ്ങുക. അല്ലെങ്കിൽ ചിലർ ഗൂഗിൾ പേ ഇടും, അത് വാങ്ങുക. നമുക്കറിയാം, ഞാൻ ഇപ്പോഴും 21 വർഷമായില്ലേ, കാശ് പറഞ്ഞ് ഞാൻ വാങ്ങാറില്ല ഒരു പ്രോഗ്രാമിൽ. എനിക്ക് വെറുതെ വൈറലാവണോട് കൂടിയിട്ട് കുറേ ആൾക്കാർ വിളിക്കുക തന്നെ. കാശ് മേടിക്കില്ല. കാശ് മേടിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു, പൈസ വേണം. പക്ഷേ അത് പറഞ്ഞിങ്ങനെ ഇത്ര കിട്ടിയാലേ ഞാൻ സ്റ്റേജിൽ കയറൂ, ഇത്ര കിട്ടിയാലേ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങൂ. ഞാനൊരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോയപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്ന ഒരാൾ പറഞ്ഞതാണ്, പൈസ കിട്ടാതെ സ്റ്റേജിൽ കയറില്ല, ഇൻ്റർവൽ ടൈമിൽ ബാക്കി പൈസ. എന്നിട്ട് ആ നടത്തിയ കോർഡിനേറ്റർ കിടന്ന് ഓടണ്, ചക്രശ്വാസം വലിച്ച് കിടന്ന് ഓടുകയാണ്. കാരണം ചില ആളുകൾ അപ്പോഴല്ലേ പേ ചെയ്യുക, ചില സ്പോട്ട് ടെക്നീഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതിന്ന് LED വാളുകാരുടെ പൈസ കൊടുക്കണം, ക്യാമറയുടെ പൈസ കൊടുക്കണം, ലൈറ്റ്സ്, ഹോള്, റെൻറ്റ്. ഈ കോർഡിനേറ്റർ തകർന്ന് നിൽക്കുക. ഈ മനുഷ്യൻ ഒരു കോംപ്രമൈസ് ഇല്ല. കറക്റ്റ് ഇത്ര രൂപ പെർ ഹെഡ്, ഇത്ര എണ്ണിയ മനുഷ്യൻ എത്ര ആളുണ്ടെന്ന് എണ്ണിയിട്ട് ഇത്ര പൈസ എനിക്ക് കിട്ടിയാലേ ഞാൻ സ്റ്റേജിൽ കയറുള്ളൂ. അപ്പോൾ ഞാൻ അടുത്തിരിക്കുന്നുണ്ട്, നമ്മൾ അത്ര ബ്രാൻഡായിട്ടില്ല, ഇയാൾ ഭയങ്കര ബ്രാൻഡഡ് ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് സാറിന് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വല്ലതുകൊണ്ട് വെച്ചെങ്കിൽ നീ എൻ്റെ അക്കൗണ്ടിൽ കിട്ടാന്നാൽ മതി, ഞാൻ വീട്ടിലുണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്വാസം പെടുന്നത് ഞാൻ കണ്ടു. ഒരാളെങ്കിലും പറഞ്ഞല്ല അങ്ങനെ. അപ്പോൾ ആൾ ചോദിച്ചു, അല്ല സാറേ നിങ്ങളുടെ പൈസ നിങ്ങൾ പറഞ്ഞു വാങ്ങണം. അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, എടാ ഇത് പറഞ്ഞു വാങ്ങണം, ഞാൻ വരണ നേരത്ത് ഒരു വായ്പ ഉണ്ട്, വന്നാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചു. കാശ് കൊണ്ട് നേടാൻ പറ്റാത്ത കുറേ സാധനം ഉണ്ട് ഈ ലോകത്ത്. അത് ഞാനിപ്പോൾ സാറ് പറഞ്ഞ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ല. അല്ല, പലരും മനസ്സിലായി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു സിൻസിയർനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും നമ്മൾ ചെയ്യുന്നുണ്ട്, സിൻസിയറിനേക്കാളേ ഞാൻ ട്രെയിനിങ്സുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഹോളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടാവുക ഞാനായിരിക്കും. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ 3 കാര്യങ്ങളാണ് ചിന്തിക്കുക. ഒന്ന്, ഇങ്ങനൊരു സ്റ്റേജ് കിട്ടാൻ ചാൻസ് ചോദിച്ച് നടന്നിരുന്നൊരു പ്രവീൺ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ല? ഓരോരോ കമ്പനികളിൽ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കും, സാറേ ക്ലാസ് എടുക്കാൻ ചാൻസ് തരുമോ? ഒരു പറയും ഓടാ ഓടറാ എന്ന് പറയും. ചില സ്കൂളുകളിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സാറേ കുട്ടികളെ ഒന്ന് ഇരുത്തി തരുമോ, ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് ഓടിക്കും. അങ്ങനെ നടന്നത് 1-2 കൊല്ലമല്ല കേട്ടോ, ഒരു 3-4 കൊല്ലം. ശരിക്കും പറഞ്ഞാൽ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഫീൽഡിൽ വന്ന ആദ്യത്തെ 7 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഇൻകം വരാൻ തുടങ്ങിയത്. മറ്റേതിങ്ങനെ ഒരു ഇൻസ്റ്റബിലിറ്റി ആയിരുന്നു, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല, നമുക്കൊന്നും പ്ലാൻ ചെയ്യാനൊന്നും കഴിയില്ല, അയ്യോ അത്രയ്ക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല. ആദ്യത്തെ ട്രെയിനിങ് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് 9:30 എന്ന് പറഞ്ഞു, ഞാൻ 8:30 എത്തി. അവിടെ ഇരുന്ന് 3:30 ആയിട്ടും എന്നെ വിളിച്ചില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിക്കുന്നുണ്ട്, അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിച്ചില്ല എന്നാണ് പറയാമോ. ബ്രാൻഡിൻ്റെ പേര് പറയുന്നില്ല, ബ്രാൻഡ് പേര് പറഞ്ഞാൽ നടക്കടാവും, നിങ്ങളൊക്കെ അറിയണം ബ്രാൻഡാണ്. എന്നിട്ടൊരു 3:30 ആയപ്പോൾ ഉണ്ട് എനിക്ക് ചാൻസ് തന്ന ആൾ തിരിച്ചു കയറി വരുന്നു. അയാൾ അതിന് മുമ്പ് എവിടേക്കോ പോയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, നിങ്ങളെ വിളിക്കും നോക്കും. അപ്പോൾ ആൾ ചോദിച്ചു, എന്താ വിളിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും വിളിച്ചില്ല. ഇതുവരെ വിളിച്ചില്ലേ ചോദിച്ചു. ഇല്ല. ആളവിടെ പോയിട്ട് ബഹളം വെച്ചു, സ്റ്റാഫിനൊക്കെ വയറടിച്ചു കൊടുത്തു. തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, സോറി ഇനിയിപ്പോൾ 4 മണിക്ക് നമ്മൾ വിടും, ഓഫീസ് വിടും. അതൊരു ഈ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിക്കുന്ന കമ്പ്യൂട്ടർ കോഴ്സൊക്കെ നടത്തുന്ന സ്ഥാപനം, 4 മണിക്ക് കുട്ടികളൊക്കെ പോവും. ഞാൻ പറഞ്ഞേ, എൻ്റെ പൊന്ന് സാറേ ഇനിയുണ്ട് 20 മിനിറ്റ്, എനിക്ക് ആ 20 മിനിറ്റ് മതി. അപ്പോൾ ഉണ്ട് അയാൾ പറഞ്ഞു, 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാനാണ് ബ്രോ? ഞാൻ പറഞ്ഞു, മതി, എൻ്റെ ഒരു ആഗ്രഹമാണ് തരാം. അപ്പോഴേക്കും കുട്ടികളൊക്കെ കൊടുത്തിരുത്തി എന്നെ സ്റ്റേജിലേക്ക് വിളിച്ച്, സ്റ്റേജ് മീൻസ് ഒരു ഹാള്, അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല കേട്ടോ, ഒരു 10-40 കുട്ടികൾ. ഞാൻ വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ 3:46, 4 മണിക്ക് ഇത് വിടും. പക്ഷെ ഞാൻ ആ ചാൻസ് ഉപയോഗിച്ചു, കറക്റ്റ് 4 മണിക്ക് ഞാൻ നിർത്തി. അപ്പോൾ ഈ സാർ അവിടെ ഇരിക്കുന്നുണ്ട്, ഇതെനിക്ക് ചാൻസ് തന്ന സാർ അവിടെ ഇരിക്കും. അയാൾ അവിടെ എണീറ്റ് നിന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, എടാ ഒരു അരമണിക്കൂർ കൂടി നമുക്കൊന്നുകൂടി ഇരുന്നാലോ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, അടിപൊളി ക്ലാസ്, ഞങ്ങൾ ഇരുന്നോളാം സാറേ. അത് പിന്നെ നിർത്തിയത് 5 മണിക്കാണ്. അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ. ആരെ ഉടുക്കൂട്ടി പിടിപ്പിക്കരുതെന്ന് പറയില്ലേ. അപ്പം ഇതിൻ്റെ ഹൈറ്റ്സുകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, കയറി പോയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്, ഇറങ്ങി പോയിട്ടുള്ള കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കാശ് പറഞ്ഞ് പിടിവലി നടത്താറില്ല. പിന്നെ ഞാൻ 2-3 സ്ഥലത്ത്, ഇപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു 10 സ്ഥലത്തൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ പൈസ പറഞ്ഞിട്ടുണ്ടാവും.
അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ ചിലപ്പോൾ പൈസ പറയും. എന്നുവെച്ചാൽ കുറേ ലോങ് ചെന്ന് പറയും. ചിലപ്പോൾ തലേ ദിവസം മലപ്പുറത്തായിരിക്കും, പിറ്റത്തെ ദിവസം വല്ല തിരുവനന്തപുരത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വലിയ പൈസ പറയും. ചിലരത് സമ്മതിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ കഷ്ടമാകില്ല, വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയാൽ പറ്റുള്ളൂ. ചിലർ പറ്റില്ല എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെന്ന് വെച്ചെങ്കിൽ എവിടെയും താവേണ്ടി വരില്ല. അതെ, ഞാൻ നന്മരം കളിക്കല്ല കേട്ടോ. അല്ല, അത് കറക്റ്റായിട്ടുള്ള പേരാണ്. ഒരു കരിയറിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ഇൻറ്റഗ്രിറ്റി, അല്ലെ ചില എത്തിക്സുകൾ, നമ്മുടേതായിട്ടുള്ളൊരു ചില തീരുമാനങ്ങളൊക്കെ വേണം. നിങ്ങൾക്കറിയോ, ഞാൻ 139 പള്ളികളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും പൈസ പറഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നത്. മതമൊന്നുമല്ല കേട്ടോ പറയാൻ. അവിടെ ഈ യുവജന സംഗമങ്ങൾ, കുട്ടികളുടെ ഈ ആക്ടിവിറ്റികൾ, കാര്യങ്ങൾ. ചില പള്ളികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുക അങ്ങോട്ടുള്ള വണ്ടിക്കൂലി പോലും ഉണ്ടാവില്ലാന്ന്. നമ്മുടെ വണ്ടിയൊക്കെ ഓടി അങ്ങോട്ട് എത്താനുള്ള പൈസ പോലും അതിനകത്ത് ഉണ്ടാവില്ല. ഇന്നേ വരെ പരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനും കാശ് പറയാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൈസ കൊണ്ട് എല്ലാം വാങ്ങാൻ പറ്റില്ല. പൈസ കൊണ്ട് വീട് പണിയാം, കുടുംബം ഉണ്ടാക്കാൻ പറ്റില്ല. പൈസ കൊണ്ട് വലിയ ഭക്ഷണങ്ങൾ വാങ്ങാം, വിശപ്പുണ്ടാക്കാൻ പറ്റില്ല. പൈസ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോമഡി ഫിലിംസ് വാങ്ങാം, പക്ഷെ ചിരിക്കാൻ പറ്റില്ല. പൈസ കൊണ്ട് അടിപൊളി ബെഡ്, എന്നിട്ട് ഇപ്പോൾ പുതിയൊരു ബെഡ് നടക്കണ്ടല്ലോ, എമ്മ ബെഡ്, കോഴിമുട്ട വെച്ചിട്ട് കിടന്നാൽ പൊട്ടൂല, പക്ഷേ ഉറക്കം വരില്ല. ജർമ്മനിയിൽ നിന്നൊക്കെ ബെഡ് വാങ്ങാം, പക്ഷെ കിടന്നാൽ ഉറക്കം വരില്ല. ഉറക്കം കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അപ്പം ചില സമയത്ത് ടിഷ്യൂ പേപ്പറിൻ്റെ വാല്യൂ ഉണ്ടാവില്ല കാശിന്. പണം ഉണ്ടെങ്കിൽ പലതും നടക്കും ചെയ്യും. ഈ പണത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലർ ഈ കാശ് എന്നിട്ട് നടന്നാൽ ചിലപ്പോൾ അവസാനം കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വലിയൊരു ബിസിനസ്സുകാരനുണ്ട്. അയാളുടെ അടുത്ത് ഞാൻ ഇങ്ങനെ, എന്നെ അയാൾക്ക് ഇഷ്ടമാണ്, അയാളുടെ പേരക്കുട്ടിയുടെ പ്രായമുള്ളൂ ഞാൻ, അയാളുടെ എനിക്കും ഇഷ്ടമാണ്. കഷ്ടപ്പെട്ട് കയറി വന്ന ആളാണ്. അപ്പം അയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അങ്ങളെ എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുറേ കാശുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയണേ ചോദിച്ചു. ഞാൻ പിന്നെ എന്താടാ പറയണ്ടേ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്ത്? മക്കളൊക്കെ വിദേശത്താണ്, പേരക്കുട്ടികൾ വരും വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ഞാനും ഉണ്ട്, ഭാര്യയുണ്ട് വീട്ടിൽ, പിന്നെ കുറേ കാശും. ഞങ്ങൾക്ക് രണ്ടാൾക്കും വൈകുന്നേരം ഇത്തിരി കഞ്ഞി, ഗോതമ്പ് കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പണി കഴിഞ്ഞു. ചില സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല എന്നാൾക്ക്, കാരണം പ്രായം. ഇത് ഇൻ്റർനാഷണൽ ലെവലിൽ ഞാൻ നോക്കിയപ്പോഴും ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വലിയ കോടീശ്വരൻ എന്നോട് ചോദിച്ചു, ഒരാൾ സക്സസ്ഫുൾ ആവണത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാം, ഒരാൾ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വന്തമായിട്ട് ബെഡിൽ നിന്ന് എണീറ്റ് പോയി ടോയ്ലറ്റിൽ പോയി വരാൻ പറ്റിയാൽ അയാൾ സക്സസ് ആണ്. കാരണം ഇയാൾ ബെഡ് റിട്ടേൺ ആയിട്ട് കിടപ്പാണ്. അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അയാൾക്ക് സ്വന്തമായിട്ടൊന്ന് എണീറ്റ് പോയി ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരികയാണല്ലോ. കോടീശ്വരനാണ്, കോടികളുടെ കയ്യിൽ, കോടി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സത്യം നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജാട വരില്ല. ഇതറിയാത്തവന്മാരാണ് ഈ ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ, ഇന്നലത്തെ മഴയിൽ മുളച്ച ചില വിത്തുകൾ, അത് അത്ര ഞാൻ പറയുന്നത് വെച്ചാൽ അതിനേക്കാളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഒരു വശം പെട്ടെന്ന് ഇല്ലാത്തവന് കിട്ടുമ്പോൾ ഈ ബിസിനസ്സിന് പല സ്റ്റേജുകളുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം വരുമ്പോൾ ഇൻസ്റ്റബിലിറ്റിയാണ് വരിക. ഇൻസ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇൻകം പ്രോപ്പറായിട്ട് വരില്ല. ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്ത് എൻ്റെ മാക്സിമത്തിലേക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, പഠിച്ചത് സ്വിറ്റ്സർലൻഡിലും UK ഉണ്ടായിരുന്നു. UK ജോലി അന്വേഷിച്ച് പോയിട്ട് 2 വർഷം UK ഉണ്ടായിരുന്നു. അന്ന് വർക്കിംഗ് ഹോളിഡേ മേക്കർ എന്ന് പറഞ്ഞിട്ടൊരു വിസ ഉണ്ടായിരുന്നു. ആ വിസ നമുക്ക് കിട്ടുകയാണെങ്കിൽ 2 വർഷം നമുക്ക് UK നിൽക്കാം, അതിൽ 1 വർഷം ജോലി ചെയ്യാം, 1 വർഷം സൈറ്റ് സീയിങ് കാര്യങ്ങൾ. അതാണ് ഈ വർക്കിംഗ് ഹോളിഡേ മേക്കർ. നമ്മളിവിടെ നാട്ടിൽ തിരക്കായിട്ട് അവിടുന്ന് ബ്രേക്ക് എടുത്ത് പോകുന്ന ആളുകൾക്കുള്ള ഒരു വിസയാണ്. അപ്പോൾ ഞാൻ അതിന് പറ്റിയ കുറേ പേപ്പറൊക്കെ ഉണ്ടാക്കി. എനിക്ക് അച്ഛനൊരു കടയുണ്ടായിരുന്നു, അതിൻ്റെ മാനേജറാന്നൊക്കെ പറഞ്ഞ് ഒരു പേപ്പറൊക്കെ ഉണ്ടാക്കി അപേക്ഷിച്ചപ്പോൾ സാധനം കിട്ടി. ഇത് 2007-6 ആ കാലത്ത്. അപ്പോൾ പോണ പോക്കിൽ ഫാദർ ഒരു 500 പൗണ്ട് തന്നു. അവിടെ ആരും അറിയില്ല, നമുക്ക് അവിടെ പോയിട്ട് പണി കണ്ടുപിടിക്കണം, അങ്ങനെ കയറി പോകണം. അപ്പോൾ 500 പൗണ്ട് തന്നു ഫാദർ. അത്രയും മൂപ്പർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പൈസയും കൊണ്ട് UK അന്ന് ഞാനൊരു തീരുമാനം എടുത്തില്ല, ഇനി മൂപ്പരെ പൈസ വാങ്ങൂല. നമ്മൾ വിശ്വസിക്കുകയെന്ന് അറിയില്ല, 17 പൗണ്ട് ആവണവരെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ഈ 500 പൗണ്ട് തീർന്ന് 17 പൗണ്ട് എത്തണവരെ എനിക്ക് ജോലിയില്ല. അന്നാണ് ഈ മണി മാനേജ്മെൻ്റൊക്കെ ഞാൻ പഠിച്ചത്. എനിക്ക് പ്രായം 23 ആ സമയത്ത്, 23 വയസ്സിൽ. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, ഭയങ്കര പൈസക്കാരൊന്നുമല്ലെങ്കിലും പട്ടിണിയൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അമ്മ സ്കൂൾ ടീച്ചറാണ്, അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പട്ടിണി നടക്കുന്ന കുടുംബമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് തന്നെ തോന്നും, എന്തിൻ്റെ കേടാണ് എനിക്ക്. ഞാൻ ഒരു പണിക്ക് പോകാണ്ട് വീട്ടിലിരുന്നാലും
ചാവണ വരെ അറ്റ്ലീസ്റ്റ് ചോറുണ്ട് തിന്നാനുള്ളൊരു വകുപ്പൊക്കെ എൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ട്. അങ്ങ് ഒരു 32 കൊല്ലം കഷ്ടപ്പെട്ട് ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ അതിനുള്ള വകുപ്പുണ്ട് ഫാമിലി ആയിട്ട്. അങ്ങനെ പട്ടിണി ചാവുന്നൊന്നും നിങ്ങൾ കേൾക്കൂല, അങ്ങനത്തെ ഒരു കുടുംബം. പക്ഷെ അവിടെ വന്നിട്ട് അന്നാണ് എനിക്ക് ഈ 1 പൗണ്ടിൻ്റെ ഒക്കെ വില മനസ്സിലായി. എന്നുവെച്ചാൽ 1 പൗണ്ടിന് പിസ്സ കിട്ടും. 1 പൗണ്ട് പിസ്സ എന്ന് പറയും, ഫ്രോസൺ പിസ്സ. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടു വീട്ടിൽ താമസിക്കുന്ന റൂമിൽ മൈക്രോവേവ് വെച്ച് കഴിക്കും. എന്നുവെച്ചാൽ അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ, അതിൽ തീരും കളി. ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞു. അവിടെ ഒരു ലക്ഷ്മി ടെമ്പിൾ ഉണ്ട്, ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഞാൻ താമസിച്ചത്. അപ്പോൾ UK തന്നെ അവിടെ ഒരു ലക്ഷ്മി ടെമ്പിൾ ഉണ്ട്. ഒരു ആക്ച്വലി അവിടെ ഇങ്ങനെ ഈ നിവേദ്യച്ചോറൊക്കെ കിട്ടും. അപ്പോൾ ആ സമയമാകുമ്പോൾ അവിടെ ചെല്ലും, അതടിക്കും. ഇതിൻ്റെ വീട്ടുകാർക്ക് പോലും അറിയാത്ത കഥ കേട്ടോ. ഇന്ന് ഫുള്ള് കഥ പറയും, സത്യം പറച്ചിൽ ദിവസം തോന്നും. അപ്പോൾ അത് കഴിച്ചിട്ട് വിശപ്പ് മാറ്റും. പിന്നെ അവിടുന്ന് ജോലി സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് മാറി. മാഞ്ചസ്റ്റർ അടുത്തുള്ള പ്രസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ പരിപാടി എന്താ അറിയുമോ? ഞാനിങ്ങനെ നടക്കും സൈഡ് വാക്ക് കൂടെ. ഇങ്ങനെ അവിടെ ഈ സെമി ഡിറ്റാച്ച്ഡ് ഹൗസുകളാണ്. സൈഡ് വാക്ക് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചെവി ഇങ്ങനെ കൂർപ്പിച്ചിട്ടാ പോവാ. എവിടെയെങ്കിലും മലയാളം കേൾക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാത്തൊരു സിറ്റിയിലെ ഏതെങ്കിലും വീട്ടിൽ മലയാളം പറയണ്ടോ നിങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ മലയാളം കേൾക്കുമ്പോൾ അവിടെ ഒരു കുളം പിടിക്കും. ക്ലിങ് ക്ലിങ്. അപ്പോൾ ഡോർ തുറക്കും. യെസ്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ UK. അപ്പോൾ ഞാൻ അയൽപ്പക്കക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണെന്ന് പറയും. വാ മോനെ കയറി ഇരിക്കുകയെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഒരു ആൻറ്റിയുടെ പേര് തന്നെ മറന്നു. അവർക്ക് 2 പെൺമക്കളൊക്കെ. ആ ആൻറ്റി എന്നെ വിളിച്ചിട്ട് എനിക്ക് ചോറൊക്കെ തന്നു. അപ്പോൾ ആൻറ്റി എന്നോട് ചോദിച്ചു, നീ കഴിച്ചോ വല്ലതും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, നോക്കണം, വല്ല ബർഗറും വാങ്ങണം. നല്ല പയറ് മെഴുക്ക് വരട്ടിയുണ്ട്, ചോറുണ്ട്, മോരുകറിയുണ്ട്, വേണോ ചോദിച്ചു. വേണോന്ന് 4 മാസമായിട്ട് പിസയും ബർഗറും തിന്ന് വയറ് ഇതായിട്ട്. ഇത് ഞാനൊരു നാടൻ കറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഈ വിളി വരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഉളുപ്പുള്ള ഒരാളല്ല ഞാൻ. അവിടെ നിന്ന് നല്ല പടം പഠിച്ചു. പിന്നെ അവിടെ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഈ ബിഹൈൻഡ് ദ സീനൊന്നും ആരും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട സംഭവം എന്താ പറയുക, ഞാനിങ്ങനെ ഇതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടി തിന്നാന്ന് പറയാം. തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും അത് പുറം നാടുകളിൽ പോയവർക്ക്, ഞാനിപ്പോൾ പുറത്തുണ്ടായിരുന്നതാണ്. ഇപ്പോൾ സാറ് പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നതാണ്. ഇപ്പം ഞാനവിടെ പോയെങ്കിലും എൻ്റെ പെങ്ങളവിടെ ഉണ്ടായിരുന്നു, ബ്രദറിലോ എൻ്റെ ചേട്ടൻ്റെ വൈഫും അവിടെ തന്നെ, അവരൊക്കെ ഫാമിലി ആയിട്ട്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ആകുമ്പോഴത്തേക്കും വൈകിട്ട് വിളിക്കും, നീ ഇങ്ങോട്ട് വാട്ടാ. പക്ഷെ നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ ഇഷ്ടം. കാരണം വ്യാഴാഴ്ച ദിവസമാണ് ഒരെണ്ണം മേടിച്ച് റൂമിൽ വെച്ചപ്പോഴും തകർക്കലും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും പോകും ഫുഡ് കഴിക്കാനായിട്ട് പോകും. കളി എങ്ങനെ അറിയോ? നാളെ എന്താ നമുക്കറിയില്ല. അതെ, ജോലിയില്ല, കയ്യിലുള്ള പൈസ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ഥലം UK, വരാൻ പോണത് വിന്റർ, തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ താമസം ഒരു ചെറിയൊരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, 40 പൗണ്ട് വീക്ക്ലി. അതിൽ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഹിന്ദിക്കാരായിരുന്നു. ഹിന്ദി ചില ഗുജറാത്ത് എന്നുള്ളൊരു ഗുട്ടുബായി, കാസിംബായി, ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഈ ഗുട്ടുബായിയൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റൂമിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറയും പൈസ എന്ന് പറയും, ഈ വാട. അപ്പോൾ ഞാൻ ഹിന്ദി അറിയാത്ത പോലെ നോക്കും. ഞാൻ അപ്പോൾ ഞാൻ ഇത്തിരി ആക്സൻ്റൊക്കെ ഇട്ടിട്ട് വാട്ട് യു ടോക്കിംഗ് അബൌട്ട് എന്നൊക്കെ പറയുമ്പോൾ സാല എന്നൊക്കെ പറഞ്ഞ ഒരു പോകും. അങ്ങനെ അവിടെ ജോലി അന്വേഷിച്ചിട്ട് എനിക്കൊരു പാക്കിംഗ് കമ്പനിയിൽ ജോലി കിട്ടി. ഈ ബുക്സുകൾ, നമ്മൾ ഈ പോസ്റ്റൽ സർവീസ്, അവിടെ വർക്ക് ചെയ്ത് ആദ്യത്തെ ആഴ്ച പൈസ കിട്ടിയ വഴിക്ക് ഞാൻ ഈ കാസിംബായിനെ വിളിച്ചിട്ട് വാടക സെറ്റിൽ ചെയ്തു. കാസിംബായി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അയാൾ പറഞ്ഞു ഐ നോ ഇംഗ്ലീഷ്. കാസിംബായി പറയൂ, നീ ഞങ്ങളെ പറ്റിച്ചാലേ നമ്മൾ ഇത്രയും ദിവസം. ഞാൻ പറഞ്ഞു അതിൽ പൈസ ഉണ്ടായിരുന്നില്ല കാസിംബായി. ആൾ പറഞ്ഞു ഓക്കെ, നീ ഇനി പൈസ ശമ്പളം കിട്ടിയിട്ട് ബാക്കി പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ആൾ ഭക്ഷണം. നമുക്ക് സഹായിക്കാൻ എത്ര ആളാണ് വരികയെന്നറിയോ? ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് ആൾ, അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും. ഞാൻ വിശ്വസിക്കുന്നു ഇവരൊക്കെയാണ് ഈ ദൈവങ്ങൾ എന്ന് തോന്നുന്നു. കാസിംബായിനെ കാണുമ്പോൾ, കാസിംബായിയുടെ രൂപ എനിക്കറിയുള്ളൂ. ഈ ഏറ്റവും വലിയ കോമഡി വെച്ചാൽ ഈ കാസിംബായി ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഈ ഗൾഫ് കൾച്ചറല്ല യൂറോപ്പിൽ. ഈ വിസയും പാസ്പോർട്ടും ഇല്ലാതൊക്കെ റെഫ്യൂജികൾ പോലെയൊക്കെ വന്ന് ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിലാണ്. കാരണം അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ എൻ്റെ. അവിടുന്ന് പിന്നെ മാരിഡ്സിൽ ജോലിക്ക് കയറി. അത് ഈ പ്രശാന്ത വാങ്ങി തന്നെ ഏജൻസി സ്റ്റാഫായിട്ട് അവിടെ ചെന്നു. പിന്നെ അവിടുന്ന് പിസ്സ ഹട്ടിലെത്തി. അങ്ങനെ അവിടുന്ന് പിസ്സ ഹട്ടിൽ കുറച്ച് ദിവസം അവർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വർക്ക് ചെയ്ത പിസ്സ ഹട്ടിലാണ് ഒരു ബ്രിജേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഒരാൾ. അത് UK ഉണ്ടായിരുന്ന എൻ്റെ 2-3 സുഹൃത്തുക്കൾ, അവർ വഴി കണക്ട് ചെയ്ത ഒരു സുഷ്മിത്ത്. അപ്പോൾ ഇവരൊക്കെ നമ്മളിങ്ങനെ ഹെൽപ്പ്.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ടാണ് ചില ആൾക്കാർ എന്നെ സഹായിക്കാറില്ല. അത് ചുമ്മാ പറയുന്നു. നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്. സത്യം. UK എന്നെ മോനെ പോലെ നോക്കിയിരുന്ന ആളുകളുണ്ട്. അപ്പം അവിടെ അവരുടെ വീട്ടിൽ ഞാൻ താമസിക്കാറുണ്ട്. സുഷ്മിത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി, അദ്ദേഹം, അവരുടെ അമ്മ, ഇവരൊന്നും ജീവിതത്തിൽ ഇതൊക്കെ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്യണം. കാരണം ഇതൊരു നൊസ്റ്റാൾജി. ഇപ്പോൾ സാറിത് പറയുമ്പോഴും നമ്പറുകൾ പോയിട്ടേ കുറേ വർഷമായില്ലേ. അല്ല, സാറിത് പറയുമ്പോഴുണ്ടല്ല, ഞാൻ ഗൾഫിൽ പോയൊരു കാലഘട്ടം തന്നെയാണ് ആലോചിക്കുന്നത്. കാരണം അവരുണ്ടായിരുന്നെങ്കിലും പിന്നെ അവിടുന്ന് അവർ കല്ലയിലായിരുന്നു, ഞാൻ ഷാർജയിലേക്ക് മാറി. ഷാർജയിൽ എന്ന് വെച്ചാൽ വേറെ ആരുമില്ല, ബന്ധുക്കാരൊക്കെ ഉണ്ട്, വീണ്ടും ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പോകാറ്. കാരണം പെങ്ങളുടെ അടുത്ത് പോകുന്ന പോലെ ആവില്ലല്ലോ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഒറ്റക്ക് ഒരു റൂമിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര, ഇപ്പം പറയുമ്പോൾ ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ പാത്തിലൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താ അറിയോ, ഇപ്പോൾ കുറേ കുട്ടികൾ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ അതില്ല ഇതില്ല, ജോലി കിട്ടിയില്ല, ആകെ സീനാണ്, ബഹളാണെന്ന് ഇങ്ങോട്ട് പോരാ. അപ്പോൾ ഞങ്ങളൊക്കെ പോയതോ? സത്യം. ഇവന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പോയിട്ടുണ്ട് നമ്മൾ. സത്യം. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയോ, ഞാൻ അന്ന് ഉപയോഗിച്ചിരുന്ന ഫോൺ N95 ഇങ്ങനെ ഫ്ലിപ്പ് ആക്കുന്ന ഒരു സാധനം. ആ സാധനമാണ് അന്നത്തെ ലേറ്റസ്റ്റ് ഫോൺ. സ്റ്റീൽ ബോഡി. സ്റ്റീൽ ബോഡി അതിന്റെ ഏരിയയിലുള്ളത് ഏരിയയിലില്ലാത്തതുണ്ടായിരുന്നു. അതിങ്ങനെ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ അങ്ങനെ ആവും. 5 മെഗാ പിക്സൽ അതിന്റെ ക്യാമറ. അത് കാരണം ഞങ്ങൾക്ക് അന്ന് വ്ളോഗ് ചെയ്യാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല, പണിക്ക് പോവായിരുന്നു. സത്യം. ഇന്ന് ഗൈസ് ഞാൻ ലണ്ടനിൽ എത്തി ഗൈസ്, ഞാനിപ്പോൾ ലണ്ടൻ പിടിച്ചിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഗൈസ് എന്ന് പറഞ്ഞിട്ട് സാധനം ഇടാൻ വേണ്ടിയിട്ട് തിരക്കുണ്ടാക്കുക. അതെ അതെ. പണിക്ക് പോകില്ല. നമ്മളന്ന് സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ജോലി പോട്ട് വാഷറായിട്ടാണ്. ഇല്ലീഗൽ ജോലിയാണ്. ഇല്ലീഗൽ ജോലി മീൻസ് കള്ളക്കടത്തൊന്നല്ല കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ സ്റ്റുഡൻസ് ജോലി ചെയ്യാൻ പാടില്ല, പാർട്ട് ടൈം ചെയ്യാൻ പാടില്ല. പക്ഷെ അവർക്ക് പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് അവിടെ. ഇൻറ്റേൺഷിപ്പ് ടൈമിൽ വർക്ക് ചെയ്യാം, അല്ലാത്ത സമയത്ത് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ ഇവിടുന്ന് വലിയൊരു ലോൺ എടുത്തിട്ടാണ് പോയണേ, തിരിച്ചടക്കണ്ടേ. അപ്പോൾ ഞാനൊരു മലയാളി റെസ്റ്റോറൻറ്റിൽ, ടോമി സാർ, ആളാണ് എൻ്റെ ആദ്യത്തെ എംപ്ലോയർ. അയാൾ എനിക്ക് ജോലി തന്നു. ആദ്യത്തെ പണി പാത്രം കഴുകലായിരുന്നു, പോട്ട് വാഷർ. വലിയ ഉണ്ടാവൊക്കെ ഞാൻ ഭയങ്കര സ്പീഡിൽ കഴുകും. അവിടുന്ന് പിന്നെ ഡിഷ് വാഷറായി, അവിടെ ഗ്ലാസ് വാഷറായി, വെയിറ്ററായി, ഇങ്ങനെ കയറി കയറി വന്നേ. ആദ്യം തന്നെ വന്നിട്ട് ട്രെയിനറൊന്നായിട്ടല്ല വന്നത്, ഈ വേഷം കെട്ട് കുറേ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ കഷ്ടപ്പാടേ. ഇപ്പോൾ നിങ്ങളുടെ ഈ ചാനൽ, ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ഗസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾ കയറ്റി സ്ട്രഗിൾ ചെയ്ത് പല രീതിയിലും അല്ലേ. ഇത് സക്സസ്ഫുൾ ആകുമ്പോണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാൻ ഭയങ്കര രസമായിരിക്കും. സത്യം. അപ്പോൾ എവറി സിംഗിൾ തിങ് ഇസ് ഹാർഡ് ബിഫോർ ഇറ്റ്സ് ബിക്കം ഈസി. ഒരു കാര്യം ഈസി ആവുന്നതിന് മുമ്പ് എല്ലാം ഹാർഡായിരുന്നു. എനിക്കൊക്കെ ആദ്യം ക്രൗഡിലാണ്ട പേടിയായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ക്രൗഡ്, ഏത് ക്രൗഡ്, ഒരു പേടിയില്ല. ഇതിന്റെ റൂട്ട് നിനക്കറിയോ? നമ്മൾ ആദ്യം ക്രൗഡിനെ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, ഒരു പുകയായിരിക്കും, ആരെവിടെ ഇരിക്കണം ഒന്നും അറിയില്ല. അയ്യോ എന്നിട്ട് ഇങ്ങനെ ഒരു മൂടൽ മാത്രമേ. കുറച്ചും കൂടി ധൈര്യം വരുമ്പോഴല്ലോ ആ മൂടൽ പോവും. കുറച്ചും കൂടി ധൈര്യം വരുമ്പോഴല്ലോ ആളുകളെ നമുക്ക് കാണാൻ തുടങ്ങും, മുഖമൊക്കെ വരും, രൂപങ്ങളൊക്കെ വരും, മൂക്കും കണ്ണൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ധൈര്യം വരുമ്പോഴല്ലോ അത് ആരാള് എന്ന് മനസ്സിലാവും. അതെ, വ്യക്തികളെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. കുറച്ചും കൂടി ധൈര്യം വരുമ്പോഴല്ലോ അവന്റെ ഇമോഷൻസ് മനസ്സിലാവും. അവന് ബോറടിക്കണ്ട, ഉറക്കം വരണ്ട, അവന് ദേഷ്യം വരണ്ട എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവനിട്ട് കളിക്കാൻ പറ്റും. സത്യം. ക്രൗഡിനിട്ടിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞോടത്തേക്ക് ക്രൗഡിനെ കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ റിജിഡായിട്ടൊക്കെ ഇങ്ങനെ ഒന്നിനോട് സഹകരിക്കാണ്ടൊക്കെ ഇരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ശ്രമിക്കുക. ഇതങ്ങനെ ഒരു ദിവസം കൊണ്ടായതല്ല. ഇപ്പം ഇന്ന് പ്രവീൺ ചിറയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വലിയ സംഭവം ചെയ്തിട്ടുണ്ടെന്നൊന്നും അവകാശപ്പെടുന്നില്ല, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 10-21 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. സങ്കടം എന്താണെന്ന് പറയും, ആ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ചോദിക്കും തനിക്ക് വല്ല പണിക്കുമ്പോൾ കൂടാ. ഇപ്പോഴത്തെ പുതിയ കുരിപ്പുകളാണ്. ഏതാണ് ഈ ഊള, ഏതായി വെട്ടവിളയൻ, ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ വെറുതെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പണിക്ക് പോയിക്കൂടെ? ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് 8 കുതിരയോ 10 കുതിരയോ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രൈസ് ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഞാൻ മാത്രമൊന്നുമല്ല, എൻ്റെ ഒറ്റയ്ക്കുള്ളതൊന്നുമല്ല. ഞങ്ങൾക്ക് ഫ്രണ്ട്സിന് മോട്ടോർ സ്പോർട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വലിയൊരു പറമ്പുണ്ട്, ആ പറമ്പിൽ കുതിരകളുണ്ടായിരുന്നു. അതിനൊക്കെ ക്രൈസ് ഉണ്ടോയിരുന്നോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചില്ല. കുതിരകളെ നമുക്ക് ഇപ്പോഴും ക്രൈസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഒഴിവാക്കി. സാറപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ UK
അതിനുശേഷം പിന്നെ ആദ്യം സ്വിസ്സിലായിരുന്നു. ആ. സ്വിസ്സിൽ നിന്ന് UK വന്നു. UK വന്നു. സ്വിസ്സിൽ നിന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് UK പോയി. UK പിന്നെ UKയുടെ ആ വിസ കാറ്റഗറി ആ ഒരു സമയം കഴിഞ്ഞപ്പം നാട്ടിലോട്ടെത്തി. വീണ്ടും നമ്മൾ ട്രെയിനിങ്സിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്തു. ഇല്ല കുഴപ്പമില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ബൂൺ ട്രെയിനിങ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, ഒരു ഫസൽ റഹ്മാൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയൊക്കെ സമയത്താണ് പക്ഷേ എനിക്ക് ലുലുവിലേക്ക് സെലക്ഷൻ കിട്ടി. അത് നിങ്ങളുടെ ഫേമുമായി തന്നെയാണ് കിട്ടിയേക്കുന്നത്? അല്ലല്ല, സെപ്പറേറ്റ് ട്രെയിനിങ് കണ്ടിട്ട് ഫേമിൽ നടന്നിരുന്നത് IELTS, സ്പോക്കൺ ഇംഗ്ലീഷ് അതൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. അത് ലുലുവിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ ലുലുന്ന് എനിക്ക് എങ്ങനെ കോൾ വന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഇതിലിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. Naukri.com, Dubizzle ഇങ്ങനെയുള്ള ഓരോന്നിലും ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് പ്രൊഫൈൽ കിട്ടിയതാന്ന് തോന്നുന്നു. അങ്ങനെ ആ പ്രൊഫൈൽ കിട്ടി എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ തിരൂര് ഒരു പോളിടെക്നിക് സ്ഥാപനമുണ്ട്. അപ്പോൾ അവരുടെ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്ക് ടൈമിനാണ് എനിക്ക് ഈ കോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ലുലു എന്നാണ് അങ്ങനെ ട്രെയിനിങ്ങിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എൻ്റെ ഏതോ സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ട് വേറെ എന്താ വിശേഷം ഇതൊക്കെ. അപ്പോൾ എനിക്ക് ഉറപ്പല്ലേ ലുലു എന്ന് വിളിക്കൂലെന്ന്. അപ്പോൾ ഒന്ന് അല്ല സാർ ഞങ്ങൾ കാര്യമായിട്ടാണ്. അപ്പോൾ ഞാനും കാര്യമായിട്ടാണ്. അങ്ങനെ ഞാൻ ഇവർക്കൊക്കെ ഇങ്ങനെ റിപ്ലൈ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത രീതിയിലുള്ള അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഇത്തിരി കൂടെ സീരിയസ് ആണോ എന്ന് തോന്നി. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂവിന് പോണതിന് മുമ്പ് ഒരു നല്ലൊരു കഥയുണ്ട്. എൻ്റെ നാട്ടിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ജംഷി എന്നാണ് ആളുടെ പേര്. ആളുടെ ഉപ്പ ഈ ലുലുവിലെ യൂസുഫ് അലീനൊക്കെ അറിയുന്ന ഒരാളാണ്. അവർ ഫാമിലിയായിട്ട് നല്ല ഉണ്ട്. ഞാൻ ആദ്യം ഓടിയത് അങ്കിളുടെ അടുത്തേക്കാണ്, അബൂബക്കർ അങ്കിൾ. ആളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അങ്കിളെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ലുലുവിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് ഈ ജോലി കിട്ടും. ഇൻ്റർവ്യൂവിന് പോയിട്ട് പോട്ടണ്ടല്ലോ. അബൂബക്കർ അങ്കിളുടെ അടുത്ത് ചെയ്തിട്ട് ഞാൻ ഈ സാധനം അവതരിപ്പിച്ചു. മൂപ്പരൊരു ഗംഭീര തത്വം പഠിപ്പിച്ചെന്ന് എനിക്ക്. അയാൾ പറഞ്ഞു, ഞാൻ വിളിച്ച് പറയാനില്ലടാന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യം വന്നേ അവരോട്. നമ്മൾ ആദ്യമായിട്ടൊരു സഹായം ചോദിക്കുക, അതും ആളുടെ മോൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് അവരുടെ അടുക്കളയിൽ വരെ കയറി പോയിട്ട് ഭക്ഷണം എടുത്ത് തിന്നാനുള്ള അധികാരമുണ്ട്. അങ്ങനത്തെ ഒരു വീട്, സ്വന്തം അപ്പനും അമ്മേനും പോലെ കാണുന്ന ആളുകളാണ്. ആള് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഇയാളെന്താ ഇങ്ങനെ പറയണേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിഷമമായിട്ട് ഇരിക്കുന്ന നേരത്തെ ആൾ പറഞ്ഞു, നീ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന എനിക്ക് കിട്ടുമെന്ന്. കിട്ടിയില്ലെങ്കിൽ നീ പറ, അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഞാൻ സംസാരിക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ എന്തെങ്കിലും പറയുകയോ ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതിപ്പോൾ തന്നെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, നിൻ്റെ എഫേർട്ട് കൊണ്ട് അത് കിട്ടിയാൽ നിനക്ക് കിട്ടുന്ന കോൺഫിഡൻസും സത്യമായി ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് നിനക്ക് കിട്ടിയാൽ നിനക്ക് കിട്ടുന്ന കോൺഫിഡൻസ് നമ്മൾ വ്യത്യാസമുണ്ടാവും. പക്ഷേ ആളൊരു കാര്യം പറഞ്ഞു, ഇത് കഴിഞ്ഞ് നാളെ നിനക്ക് ആ ജോലി വിടേണ്ട നേരത്ത് നിനക്ക് എന്നെ ഓർമ്മ വരാം, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടല്ലേ എനിക്ക് ഈ ജോലി കിട്ടിയപ്പോൾ അയാൾക്ക് എന്താ തോന്നുക എന്നൊക്കെ തോന്നി, അത് ആകെ സീനാവും. എന്തിനാ അതിനൊക്കെ നിൽക്കണേ, നീ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സാധനം കിട്ടി. അതുകൊണ്ട് തന്നെ അവിടുന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മൂപ്പരോട് ചോദിക്കേണ്ടി വന്നില്ല. എത്ര വർഷം ഉണ്ടായിരുന്നു സൗദിയിൽ? ഞാനൊരു 2 വർഷം. 2 വർഷത്തിനടുത്ത്. ഓക്കെ. അപ്പോൾ അതിനാദ്യം ഇവിടെ കൊച്ചിൻ ലുലുവിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ അവിടുന്ന് റിയാദിലോട്ടെത്തി. റിയാദിലെത്തി. കൊച്ചിയിലും ഉണ്ടായിരുന്നു. യൂസഫ് അലിക്ക എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ അവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു പുതിയൊരു മാള് തുറക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ മാള് തുറക്കുന്ന കുറേസ് മാൾ എന്ന് പറയുന്നത്, ആ മാള് തുറക്കണം. അപ്പോൾ ഇവിടെ ലുലുവിൻ്റെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫസ്റ്റ് ഡിസ്പ്ലേ വെക്കുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. ഡിസ്പ്ലേ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ്, പണിയൊക്കെ കഴിഞ്ഞാൽ ഡിസ്പ്ലേ വെക്കുന്നതിന് മുമ്പ് യൂസ് ബൈ വരും. യൂസ് ബൈ എന്താ ചെറിയൊരു ചടങ്ങൊക്കെ ആവും, പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ആദ്യം ഒരു പ്രോഡക്റ്റ് എടുത്ത് വയ്ക്കും. അതൊരു ചടങ്ങാണ്, ഫസ്റ്റ് ഡിസ്പ്ലേ വെക്കാൻ. അപ്പോൾ ആ പ്രോഗ്രാമൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് യൂസ് ബൈ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് യൂസഫ് ഭായി ഒരു ചാൻസും തന്നു. അന്ന് യൂസഫ് ഭായി എന്നോട് പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് എടുത്ത് വെക്കടാന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ വെക്കുക, അപ്പോൾ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിക്കട്ടെ. ഞാൻ നോക്കിയപ്പോൾ യൂസഫ് ഭായി വെച്ചിട്ടുള്ളൊരു സാധനം ഇരിക്കും. അതെന്നെ എടുത്തിട്ട് ഞാനും വെച്ചു. വേറെ പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചാണ്, അതുകൊണ്ട് ഞാൻ വെച്ചാന്ന് പറയാനോ. ഗംഭീര മനുഷ്യനാണോ, ഗംഭീര മനുഷ്യൻ. ഗംഭീര മനുഷ്യൻ. പഠിക്കാനുണ്ട് ആളെ പറ്റിയിട്ട്. ഒന്ന് ആഭാര ഓർമ്മശക്തി. ഒരാൾ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ മറക്കില്ല. പിന്നെ ഗംഭീര മനുഷ്യൻ എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ള, ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് എന്താ പറയാ നടക്കാൻ ഇപ്പോഴും. പിന്നെ സ്റ്റേബിളായിട്ട് അത് കൊണ്ടടക്കാൻ കൊച്ചിയുടെ മുഖച്ചായ മാറിയത് ലുലു മാൾ വന്നപ്പോഴല്ലേ. തീർച്ചയായിട്ടും. ഐ മീൻ ആ ഇടപ്പള്ളി ആ ഭാഗം എത്രയോ നമ്മളെന്തൊക്കെ എതിർപ്പ് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്, ആൾക്ക് എന്തോ ഒരു ലാൻഡിന് സ്ഥലം കിട്ടിയില്ല. ഇപ്പൊ
ട്രിവാൻഡ്രത്ത് ലുലു വന്നപ്പോൾ അതിന് മുന്നുള്ള ട്രിവാൻഡ്രത്ത് ആ ഒരു റൂട്ടും area. ഇന്നത്തെ ആ റൂട്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ. അല്ല, നാട് ഡെവലപ്പ് ആവണമെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു ഒന്നൊന്നര കോൺട്രിബ്യൂഷൻ. പിന്നെ അത് മാത്രമല്ല, എത്ര കുടുംബങ്ങളാണ് അതുകൊണ്ട് കഴിയുന്നത്. അതെ അതെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 60,000-70,000 സ്റ്റാഫ്. സത്യം. അത്രയും സ്റ്റാഫുകളുടെ വീട്ടിലേക്ക് ഒരു എന്താവട്ടെ, ചെറിയ പൈസയോ വലിയ പൈസയോ എന്താവട്ടെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ലുലുവിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വലിയ ഫിഗറുകളൊക്കെ പറയാൻ പറ്റി തുടങ്ങിയത് അവിടുന്നാണ്. ഓഹോ, മില്യൺ ദിറംസ് അല്ലെ, 1 million ദിറംസ്, 2 million ദിറംസ്, 3 million ദിറംസ് എന്നൊക്കെ പറയണത്, അല്ലെങ്കിൽ റിയാൽ എന്നൊക്കെ പറയാൻ ചാൻസ് കിട്ടിയത് ലുലുവിൻ്റെ കൂടെ കൂടിയപ്പോഴാണ്. ഓക്കെ. യൂസഫൈനായിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും അത് വിചാരിച്ച് യൂസഫയുടെ തോളത്ത് കിട്ടി നടക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഞാനൊക്കെ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഈ 2 കൊല്ലത്തിനുള്ളിൽ. പക്ഷെ അത് ദുബായിലായിരുന്നു വെച്ചാൽ ഞാൻ തകർത്താനെ. അതെ, കഷ്ടകാലത്തിന് ഞാൻ സൗദിയിലൊന്നും കിട്ടി. എന്നുവെച്ചാൽ ദുബായിലാണെങ്കിൽ ആളുകൾ പിന്നെയും എനിക്ക് കാണാനുള്ള ചാൻസ് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ ഇട്ട് ആളുടെ ശ്രദ്ധ നേടിയെടുത്തേനെ. പക്ഷേ ഇത് അതിന് ചാൻസ് കിട്ടിയില്ല. എനിക്ക് വല്ലപ്പോഴും ഒരിക്കലൊക്കെയാണ് അത്. പക്ഷേ എനിക്ക് റിപ്പോർട്ട് അയക്കാൻ പറ്റുമായിരുന്നു. മെയിൽ ത്രൂ കോൺടാക്ട് ഉണ്ടായിരുന്നു. എൻ്റെ ട്രെയിനിങ് റിപ്പോർട്ട്സുകൾ ഞാൻ അയച്ചിരുന്നത് അഷ്റഫ് അലിക്കും, പിന്നെ ഞങ്ങൾ ട്രെയിനിങ് ഹെഡ് ഉണ്ട്, പിന്നെ ഞങ്ങളുടെ റീജിയണൽ ഡയറക്ടർ ഉണ്ട് ഷഹീം സാർ, ഇവർക്കൊക്കെയാണ് ഞാൻ മെയിൽ അയച്ചത്. പക്ഷെ അതൊന്നും അദ്ദേഹം നോക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഇത്രയും തിരക്കുള്ള ആളല്ല. ആൾക്ക് ഇപ്പം നമ്മുടെ ട്രെയിനിങ് റിപ്പോർട്ട് വായിക്കലാണോ പണി. ആളുടെ അതിനുള്ള സെക്രട്ടറികളുണ്ടാവും. അപ്പോൾ അവർക്കായിരിക്കും അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നഷ്ടബോധം തോന്നിയിട്ടുള്ളതാണ്, ഇതേ അപ്പോയിൻമെൻറ്റ് എനിക്ക് ദുബായിലായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ടി വിയിലൊക്കെ യൂസഫാനെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കാണാൻ പറ്റില്ല. അതെ അതെ അതെ, വലിയ നഷ്ടം വേറെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പോണല്ലേ പ്രവീൺ എന്നൊക്കെ പറയേണ്ടി വന്നേനെ. ഞാനൊരു കാര്യം കൂടി, സോഷ്യൽ മീഡിയ സാർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു അതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് തുടങ്ങി സാറുണ്ട്. സോഷ്യൽ മീഡിയ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് നമ്മൾക്ക് അതിൽ ശിശുക്കളാണ്. അല്ല, ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിനാകെ 2 വർഷമായിട്ടുള്ളൂ. അത്രയായിട്ടുള്ളൂ. എന്താണ് എല്ലാവരുടെയും പോലെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു ഇൻസ്റ്റാഗ്രാമും FB ഉണ്ടായിരുന്നു. FB എനിക്ക് തുടങ്ങേണ്ടത് ഞാൻ UK ഉണ്ടായിരുന്ന സമയത്താണ് തുടങ്ങിയത്. അതിൽ പോസ്റ്റ് ഒന്നും ഇടൂല, അത് അങ്ങനെ കിടക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ 129K, ഇൻസ്റ്റഗ്രാമിൽ 209K, യൂട്യൂബ് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് 18K. ഇതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ്. അതിൽ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ അധികം വീഡിയോസ് ഇടാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ഒരു 2-2.5 മാസമായി. ഞാനൊരു ട്രെയിനിങ് വീഡിയോ ഇട്ടിട്ട് അതെനിക്ക് എൻ്റെ ഫോളോവേഴ്സിന് ഇഷ്ടമല്ലാതല്ല കേട്ടോ, അതുപോലെ പാക്ഡാണ്. മനസ്സിലായി. എന്തെന്നാ പറയുക, അതുപോലെ ട്രെയിനിങ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പ്രശ്നം വരണമെന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്യാൻ, ക്യാമറ ടീമിനെ കൊണ്ടുപോകാൻ ഇതിനൊന്നും പറ്റുന്നില്ല. അപ്പം ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ടിട്ട് ഞാനൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ ഞാനൊരു 4 ദിവസം ഫ്രീ ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂടണം, എന്നിട്ട് വേണം വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ അതിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഒറ്റ പ്രശ്നം വെച്ചാൽ ഇത് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ സാധനം താഴെ പോകും. സത്യം. പക്ഷേ ഞാൻ ഇനി പോഡ്കാസ്റ്റുകൾ ചെയ്യാറുണ്ട്, ഇതുപോലുള്ള പോഡ്കാസ്റ്റ് വീഡിയോസുകൾ ചെയ്യാറുണ്ട്. അത് വേറൊരു ടീമായിട്ട്, മില്ലനിയർ കേരള എന്ന് പറഞ്ഞ ടീമായിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അവരുടെ പോഡ്കാസ്റ്റ് കൊളാബ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യില്ല എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് പറഞ്ഞ മാതിരി തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാനായിട്ട് എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ 2.5 മാസം 3 മാസമായിട്ടായി. ശരിയല്ല എന്ന് എനിക്കറിയാം, പക്ഷേ സമയം കിട്ടണ്ടേ. അപ്പം അത് പിന്നെ നമ്മൾ ചില ട്രെയിനിങ് പ്രോഗ്രാംസുകൾക്ക് പോകുമ്പോൾ നമ്മൾ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യണത്. ഫോർ എക്സാമ്പിൾ IM മോട്ടോഴ്സിൻ്റെ ട്രെയിനിങ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കുറേ ബ്രാൻഡുകൾ, പല ബ്രാൻഡുകളുടെ പേര് പറയുന്നത് ചിലപ്പം ഇപ്പോൾ IM മോട്ടോഴ്സ് പറഞ്ഞാൽ പെടുമെന്ന് എനിക്കറിയാം, അവരുടെ അടുത്ത് പെർമിഷൻ കഥയാണ് നമ്മളിപ്പോൾ പേര് പറയണത്. അപ്പോൾ അവരുടെയൊക്കെ ട്രെയിനിങ്സുകൾ ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ സെയിൽസ് റിപ്പോർട്ടുകളും ചിലപ്പോൾ അവരുടെ കോണ്ടന്റുകളും അവരുടെ സ്ട്രാറ്റജീസും അവർക്ക് വേണ്ട കോണ്ടന്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് മുഴുവൻ നമുക്ക് വീഡിയോ എടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റില്ല. അത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ആ കമ്പനിയുടെ കാര്യങ്ങളാണ്. നമുക്ക് ജനറൽ പ്രോഗ്രാമുകളിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. പക്ഷേ ഒരു കമ്പനിയുടെ സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് അവരവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി അപ്പോൾ നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മുടെ അടുത്ത് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പിടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് ആൾ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്തിക്സ് അത് ശരിയല്ലല്ലോ. ചിലപ്പോൾ ചോദിച്ചാൽ അവർ സമ്മതിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ചോദിക്കാറില്ല, കാരണം അത് ശരിയല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും, അത് അവരുടെ ക്യാമറ വെച്ചിട്ട് അവരുടെ സ്റ്റാഫിനെ വെച്ച് ചെയ്യുന്നതാണ്. ഞാൻ കൊളാബ് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ജനറൽ ടോപ്പിക്കുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ ക്യാമറ ടീം കൊണ്ടുപോകും. ഞാൻ നൈസായിട്ട് ചോദിക്കും ആരാണ് പ്രോഗ്രാം ഏൽപ്പിക്കുന്നതെങ്കിൽ അവർ ചോദിക്കും, ഇതാണ് എൻ്റെ സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈഫ്. അതിൽ ഞാൻ മനസ്സിലാക്കിയതിൽ ആകെ 8-10
ഷൂട്ടാണ് ആകെ കൂടി ചെയ്തിട്ടുള്ളത്. ഉം. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളൊരു ഷൂട്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഒരു സാധനം ഷൂട്ട് ചെയ്താൽ ഒരു 10-40 റീല് കിട്ടും. അതെ. അപ്പോൾ അത് വെച്ചിട്ട് പഠിക്കും. അപ്പം ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ ഷർട്ട് ഇട്ടിട്ട് ഒരു 12 റീൽ ഇറങ്ങും. അപ്പം തുടങ്ങും ഇതിന് വേറെ ഷർട്ടില്ലേ. എനിക്കാണ് ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ചില നേരത്ത് നമുക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ തന്നെ ആലോചിക്കും എന്തിന് എൻ്റെ സച്ചിൻ ഭായി അതൊന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് എൻ്റെ അപ്പനെ സ്മരിക്കുന്നു, അമ്മയെ സ്മരിക്കുന്നു, എൻ്റെ വീട്ടുകാരെ, നാട്ടുകാരെ, ടീച്ചർമാരൊക്കെ സ്മരിക്കുന്നു. പിന്നെ ഒരു സമാധാനം ഉള്ളത് മെറ്റയ്ക്ക് ഇതൊന്നും മനസ്സിലായി തുടങ്ങിയിട്ടില്ല. മെറ്റ നോക്കുമ്പോൾ ഹൈ അവിടെ ഒരു മെസ്സേജ് വന്നല്ല, അവിടെ ഒരു കമൻറ്റ് വന്നല്ലേ എന്നല്ലേ അറിയുള്ളൂ. വെറുതെ തെറി വിളിക്കുന്ന ആൾക്കാർ. അല്ല, അത് ഞങ്ങൾ കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റാണ് വന്നത്. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം. എന്തിനു വേണ്ടിയിട്ട് എത്രയോ ജനങ്ങളുടെ കഷ്ടപ്പാടൊരു സിനിമ പുറത്തേക്ക് വരുന്നത്. അല്ല അത് സിനിമ ഓക്കെ, സിനിമാ നടന്മാരുടെ വിചാരിക്കുക. ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ ഒരുത്തിന് എഴുതിയേക്കാണ്, നിങ്ങൾ ആ യൂട്യൂബിൽ നോക്കി കാണാം, അഭിഷാദിൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. കമൻറ്റ് കൊടുക്കണമെന്നുണ്ട്. ശരിയാ, അവൻ 98 കിലോ, ഞാൻ 97 കിലോ, അപ്പോൾ അവൻ്റെ തട്ട് താന്ന് തന്നെ ഇരിക്കും. എനിക്ക് തിരിച്ചടിക്കണമെന്നുണ്ട്. ഈ അഭിഷാദും ഇവിടെ സുഹൃത്താ, അഭിഷാദിനെ കോപ്പി അടിക്കാൻ നാണമല്ലടോ. ഈ വക സാധനങ്ങളാണ്. അപ്പം ഞാൻ വൈഫിനാണ് എനിക്ക് ദേഷ്യം വരിക കൂടുതൽ ഇതൊക്കെ കാണും. ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അഭിഷേകനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ കോപ്പി അടിക്കുന്നതുകൊണ്ട് ഭയങ്കര ആരോപണം ഉണ്ടെന്ന്. ആ പോയി പണിയൊക്കെ വെള്ളം വരരുത്. ഞാൻ എന്തിനാണ് അഭിഷേകനെ കോപ്പി അടിക്കുന്നത്? അഭിഷേകൻ എങ്ങനെ എന്നെ കോപ്പി അടിക്കുന്നത്? ഇതിൽ ടെക്നിക്കലി സ്പീക്കിംഗ് അഭിഷേകനേക്കാൾ മുമ്പ് ട്രെയിനിങ് മേഖലയിൽ വന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് പറയാം എന്നെ അഭിഷേക് കോപ്പി അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അതെ. അപ്പം ഇത് വെറുതെ വെച്ചാൽ ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കണമെന്ന് പോലും അറിയില്ല. അപ്പം ആ വ്യക്തി എന്താ ചെയ്യണ്ടാവുക, അദ്ദേഹം അഭിഷാദിൻ്റെ വീഡിയോസുകളായിരിക്കും ആദ്യം കണ്ടിട്ടുണ്ടാവുക. സത്യം. അതെ, ഇതല്ലേ ഇതിലെ കറക്റ്റ് കഥ. അയാളുടെ വീഡിയോ കണ്ടു, അയാളെ ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളും ഓക്കെ ഫൈൻ, സമ്മതിച്ചു. എൻ്റെ വീഡിയോ പിന്നെ വൈകിട്ടാവും കണ്ടിട്ടുണ്ടാവും. നേരെ തിരിച്ച് ചിന്തിച്ചാലും നമുക്ക് എൻ്റെ വീഡിയോ ആദ്യം കണ്ട ആളുകളാണെന്ന് കരുതുക. അവരതിനുശേഷമാണ് അഭിഷാദിനെ കണ്ടതെന്ന് വെച്ചെങ്കിൽ അഭിഷാദ് എന്നെ കോപ്പി അടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? നടക്കൂല. അപ്പൊ അയാൾ നോക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട്. എന്താ കാരണം എന്നറിയോ? അദ്ദേഹത്തിന് കൊറോണ സീസൺ കിട്ടി. ഞാൻ കൊറോണയ്ക്ക് ശേഷമുള്ള ബേബിയാണ്, എനിക്ക് കൊറോണ കിട്ടിയില്ല. ഈ അഭിഷാദൻ എൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു പ്രവീൺ ഭായ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തകർക്കണം എന്നൊക്കെ പറഞ്ഞു. സത്യം പറയാറ് ഞാനത് കഴിഞ്ഞ പ്രാവശ്യം അഭിഷാദിനോട് പറഞ്ഞു. എനിക്ക് കൺവിൻസ്ഡ് ആയില്ല. അത് ഞാൻ ചിന്തിച്ചിരുന്നത് ഈ കോണ്ടന്റ് ഔട്ട് ആവുമല്ലേ, പക്ഷെ അഭിഷാദ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പോൾ കൊറോണ അടിച്ചു. പിന്നെ നമ്മുടെ ആളുകൾക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും വീഡിയോസ് ഇരുന്ന് കണ്ടു. അന്നേരം ഞാൻ ശശി, എനിക്ക് ഷൂട്ടും നടക്കണില്ല, വേറെ വീഡിയോസും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് തുടങ്ങിയത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട്, നിങ്ങളറിയില്ല പ്രജി സാർ പറഞ്ഞിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ആവണത്. ശരി, കോമൺ ഫ്രണ്ട് അല്ലേ. അപ്പം ആള് പറഞ്ഞിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടത്. 21 കമൻറ്റ്, 17 തെറി. സമാധാനമായി. അപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോ, ഭയങ്കര സീനാവുണ്ട്. ആള് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആളെ ഓഫീസിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ഭായി മൊത്തം തെറിയുടെ വരേണ്ടത്, പരിപാടി നിർത്തുന്നത്. അപ്പോൾ ആള് പറഞ്ഞു സാറ് ഇനി അതുമിക്ക് നോക്കരുത്, കമൻറ്റിലേക്ക് നോക്കരുത്, വ്യൂവർഷിപ്പിലേക്ക് നോക്കാൻ പറഞ്ഞു. വ്യൂവർഷിപ്പിലേക്ക് നോക്കാൻ ഒരു ഒറ്റനായിട്ട് 397K വ്യൂസ്. ഒരാൾ പറഞ്ഞു ഇത്ര ആളുകളിലേക്ക് ഒരു നോട്ടീസ് അയക്കണമെന്നുണ്ടെങ്കിൽ സാറിന് എത്ര രൂപ വേണമെന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നോട്ടീസിന്റെ പ്രിന്റിങ്ങിന് 50 പൈസ, അത് ഇടാൻ 50 പൈസ. അപ്പോൾ 397K എന്ന് പറയുമ്പോൾ 3,97,000 ആള് കണ്ടു. 3,97,000 രൂപയുടെ മാർക്കറ്റിംഗ് എനിക്ക് ആ വീഡിയോ ചെയ്ത് തന്നെ കിട്ടി. സത്യം. അന്ന് എനിക്ക് തീരുമാനമായി ആര് തെറി വിളിച്ചാലും ആരൊക്കെ തെറി വിളിച്ചാലും വിഷയമല്ല, പൊളിക്കും ഞാൻ, വിളപ്പിക്കൽ തുടരും. ഇതിൻ്റെ ഒരു മറ്റൊരു സൈക്കോളജി നോക്കിയോ, എത്രയോ വീഡിയോ ഇങ്ങനെ തോണ്ടിക്കളഞ്ഞതിന് ശേഷമായിരിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുക. ശരിയല്ലേ? ശരിയാണ്. ചിലപ്പോൾ ഒരു ഹിന്ദിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒരു ഡാൻസ് കണ്ടിട്ടുണ്ടാവും, ഒരു കുട്ടി പാടുന്ന കണ്ടിട്ട്, ഒരു കുക്കിംഗ് വീഡിയോ, ഇതൊന്നും ഇഷ്ടമല്ല, അതെങ്ങനെ കളഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ കിട്ടിയത്. എൻ്റെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ അതങ്ങനെ കളഞ്ഞാൽ പോരെ? അതെ, സമാധാനം ഉണ്ടാവില്ല സാറേ, നിങ്ങൾ പറയണ പോലെ അല്ല. അല്ല അത് അപ്പോ അടുത്തൊരു പ്രശ്നം ഉണ്ടല്ലേ, ഈ നേരത്തെ തോണ്ടി കളഞ്ഞതിനൊന്നും കമന്റ് കൊടുത്തില്ലല്ലോ. അത് ഹിന്ദിക്കാരനും ഇംഗ്ലീഷുകാരനും അല്ലേ, മലയാളത്തിൽ കമന്റ് കൊടുത്താൽ അവർക്ക് മനസ്സിലാവോ? നമ്മുടെ മലയാളികളുടെ ഒരു, ഞാൻ മലയാളികൾ കുറ്റപ്പെടുത്തുമല്ല, അല്ലല്ല ഞാൻ കുറ്റപ്പെടുത്തും. ഇതിൽ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ,
പബ്ലിക്കായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടാൽ ഞങ്ങൾ പബ്ലിക്കായിട്ട് പ്രതികരിക്കും. ഇതാണ് എൻ്റെ ഈ പറയുന്ന ആളുകളുടെ ഒരു സൈക്കോളജി. പ്രതികരിക്കും. ഞാനൊക്കെ ഇട്ടിട്ട് ആരും പ്രതികരിക്കുന്നില്ലല്ലോ. പ്രതികരിക്കൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രതികരിക്കൂ. പ്രതികരിക്കൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇനി ഒരു മെയിൻ ഇത്ര നേരം ഒന്ന് സംസാരിച്ചു, ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. നിങ്ങളുടെ നാട്ടുകാരൻ ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെൻ്റ് ഏട്ടൻ സിനിമക്കാരൻ നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കസേര എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇരിക്കാൻ പറ്റുന്നില്ല, പകരം വെക്കാൻ പറ്റാത്ത കുറച്ച് ആർട്ടിസ്റ്റുകളാണ് അവർ. അതിലൊരാളാണ് ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ നീ അറിഞ്ഞാ ഞാൻ ചോദിച്ചാൽ എന്തേ, പ്രവീൺ സാറ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, നല്ലൊരു ക്യാരക്ടർ റോൾ ചെയ്യണം കേട്ടാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സിനിമ? ക്യാരക്ടർ റോളാണെന്ന് അറിയില്ല, ഒരു റോളാണ്. അത് എടാ നീ ഇനി പ്രതീക്ഷിച്ചോ, ഇനി മലയാള സിനിമയിൽ ഇന്നസെൻ്റ് ഏട്ടന് പകരം വെക്കാനായിട്ട് നമുക്ക് പ്രവീൺ ചിരത്തിന് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം അറിയോ, എൻ്റെ മോളുടെ സ്കൂളിൽ ഒരു ഡയറക്ടർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്ത അദ്ദേഹത്തിൻ്റെ പെർമിഷൻ എടുക്കാത്തതുകൊണ്ടാണ്. ശരി. അപ്പം അദ്ദേഹം ഗസ്റ്റായിട്ട് വരികയും, അപ്പം അന്ന് ഞാൻ അവിടെ കാണിച്ചു കൂട്ടിയ വേഷക്കെട്ടുകളൊക്കെ ആൾ കണ്ടു. ഞങ്ങൾ പാരൻസിൻ്റെ ഭയങ്കര, എൻ്റെ മോള് പഠിക്കുന്നത് കുച്ചപ്പേട്ട് കുന്നംകുളം സ്കൂളിലാണ്. അപ്പോൾ അവിടെ പാരൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. പാരൻസ് ഞങ്ങളൊരു ടീം തന്നെ ഉണ്ട് അവിടെ. നിങ്ങൾ ചിരിക്കില്ല, ഒരു കാര്യം പറയാം, ഞാനൊരു 5-6 വർഷമായിട്ട് അവിടെ ഡാൻസ് കളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു ചിരിക്കരുതെന്ന്, എന്താ വെച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു IT കമ്പനി നടത്തുന്ന ആളുണ്ട് ആ ഡാൻസ് ടീമിൽ. ആ ഡാൻസ് ടീമിൽ ഒരു ഡോക്ടറുണ്ട്. ആ ഡാൻസ് ടീമിലൊരു മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ഞാനുണ്ട്. അങ്ങനെ കുറേ ആളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അടിപൊളിയായിരുന്നു. ഒരു കുടുംബം പോലെയൊക്കെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഗ്യാതറിംഗ് ഒക്കെ ഉണ്ടാവും, ഭക്ഷണം കഴിക്കൽ കാര്യം. അപ്പം അന്ന് ഈ പ്രോഗ്രാമിന് ഇദ്ദേഹം ഗസ്റ്റായിരുന്നു, ഈ ഡയറക്ടർ ഗസ്റ്റായിരുന്നു. അപ്പം അന്നാണ് അദ്ദേഹം എന്നെ കാണുന്നത്. പിന്നെ ഫോണിലങ്ങോട്ടൊക്കെ ചില ഹായ് ഹൂയി അടിക്കലുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. അപ്പം ആ സിനിമയിൽ ചെറിയൊരു വേഷം, അത്രേ ഉള്ളൂ, അത്ര വലിയ സംഭവമൊന്നുമില്ല. ഇത് ഉറപ്പിച്ച് പറയാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇനി അവസാനം എല്ലാം കഴിയുമ്പോൾ മൂപ്പര് ആ ഫൈനൽ എഡിറ്റിൽ ഈ ഭാഗം ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ലേ. അല്ല, ഞാൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിക്കണതാണ്. ഈ കാട്ടിക്കൂട്ടലുകൾ സ്കൂളില്ല, സത്യം പറഞ്ഞാൽ ഈ ഡയറക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞാലും ഉള്ളതേ പറയാം, ഇല്ലാത്ത പറയാൻ മടി കാണിക്കില്ല. അല്ല, പക്ഷെ അത് അദ്ദേഹമാണ് വരണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ആരുടെ മുന്നിലാണെന്നറിയാം. അല്ല, പിന്നെ ഫോൺ നമ്പർ മേടിക്കുന്നു, മെസ്സേജ് ഇടുന്നു. എനിക്ക് എന്തായാലും അവിടെ നമ്മൾ കമ്മിറ്റി ആയതുകൊണ്ട് എന്നാൽ അദ്ദേഹം അവിടെ കുറേ നേരം ഇരുന്നു. പോട്ടെ, ഇതൊക്കെ ഞാൻ ക്ഷമിച്ചു. അഭിനയത്തിനോട് അങ്ങനെ വല്ല ആഗ്രഹങ്ങളോ മോഹങ്ങളോ അങ്ങനെ എന്താ പറയുക, സിനിമയിൽ കയറണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ആളൊന്നുമല്ല. പക്ഷെ കിട്ടിയ വിടൂല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വെർജിൻ ഫ്ലൈറ്റ്സിൻ്റെ ഓണർ റിച്ചാർഡ് ബ്രാൻസൺ പറഞ്ഞൊരു കോട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്സ് ബസ്സസ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കിട്ടണ ഓപ്പർച്യൂണിറ്റി കയറി എടുക്കുക. മനസ്സിലായി. ഇദ്ദേഹം ഈ ഡയറക്ടർ സാറ് എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല, ലൈറ്റ് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു 10,000 ആളെ കൂടെ നിർത്തിക്കോ, ഞാൻ ക്ലാസ് എടുക്കും, എൻ്റെ പണി അതാണ്. അതെ, അതിലെനിക്കൊരു പേടിയില്ല. പക്ഷേ നിങ്ങളൊരു സ്ക്രിപ്റ്റ് പറഞ്ഞ് അതിനകത്ത് ഒരു ക്യാരക്ടറായിട്ടൊക്കെ അഭിനയിക്കാൻ പറഞ്ഞാൽ എനിക്ക് അതിനുള്ള സ്കില്ലുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ആ ഡയറക്ടർ സാറ് പറഞ്ഞു, അതൊക്കെ ഞാൻ വേറെ നോക്കിക്കോളാം, നീ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ചെന്നുപോട്ടാണ്. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്ന് 2 ദിവസം ഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. 2 ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നല്ല എഫേർട്ടുണ്ട്. തീർച്ചയായിട്ടും. അത് ടെക്നിക്കലി ആയിട്ട്, ടെക്നോളജി പരമായിട്ട്, മാൻ പവറായിട്ട്, ബുദ്ധി, ഭാവന, കല, ഇതൊക്കെ കൂടിയിട്ട് എന്താ പറയുക, ഒരു കൊടക്കീഴിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ വിളിക്കും സിനിമാ ഫീൽഡ്. ഞാൻ ഈ 2 ദിവസം അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1/2 മിനിറ്റിലേക്കുള്ള പോലും സാധനം കിട്ടിയിട്ടുണ്ടാവില്ല ആ സിനിമയിലേക്ക്. ക്യാമറ അപ്പം അങ്ങോട്ട് വെച്ചു, ലൈറ്റ് ഇങ്ങോട്ട് വെച്ചു, അത് ലൈറ്റ് അങ്ങോട്ട് മാറ്റി, ലൈറ്റ് ഇങ്ങോട്ട് മാറ്റി, ഒരു പള്ളി സീനൊക്കെ ആയിരുന്നു. ഞാൻ അങ്ങനെ ആയും പൊളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമ സെറ്റിലൊക്കെ എനിക്കതുവരെ ഈ കുറ്റമറയിലൊക്കെ ഉണ്ടായിരുന്നു സിനിമാക്കാരെ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. കാരണം ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, നമ്മൾ സംസാരിച്ചപ്പോൾ ഫാൻ ഫൈറ്റ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അറിയില്ലാത്തവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ദുൽഖർ ഫാനാണ്, ഞാൻ ഫഹദ് ഫാനാണ്. ദുൽഖറിൻ്റെ സിനിമ കൊണ്ടുമില്ല, ഫഹദിൻ്റെ സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ ഫഹദിൻ്റെ സിനിമ കൊണ്ടുമില്ല. ഇവർ ഈ എഫേർട്ട് അറിയാത്തവരാണ്. സെറ്റിലേക്ക് നിങ്ങൾ ഒരാഴ്ച ആ സെറ്റിൽ ഒരു ലൈറ്റ് ബോയ് ആയിട്ടോ ട്രോളി ബോയ് ആയിട്ടോ വർക്ക് ചെയ്യൂ. ഞാനവിടെ കണ്ട ഏറ്റവും വലിയ സിനിമ അറിയും, ചാൻസ് ചോദിച്ചിട്ടൊക്കെ ആൾക്കാരിങ്ങനെ നിൽക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയിൽ മുഖം കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ. ഞാൻ അതിലൊരു പയ്യനെ കണ്ടപ്പോൾ അവൻ ദുബായിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് ഇതുമായിട്ട് അവൻ റെസ്പെക്റ്റ് ചെയ്യാൻ ഞാൻ
ഞാൻ അവനോട് പറഞ്ഞു, മോനെ നീ നല്ല നിലയിൽ എത്തൂടാ, കൊണ്ട് തട്ടി. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ഫ്രീ ടൈമിൽ പോയിട്ട് ചെയ്തത്. ഇനിയും എടുക്കാട്ടോ, ഷൂട്ട് ഇനിയും എടുക്കാം, ഒരു ഷെഡ്യൂൾ കൊണ്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വേറെ ലോകമാണ്. അങ്ങനെ അത്ര എഫേർട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടറോ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോ ഏതെങ്കിലും ഒരു നടനോ സിനിമ പൊട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് സിനിമ എടുത്തിട്ടുണ്ടാവുമോ? അയാൾ ആ സിനിമ ജയിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യണേ. അതെ, അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അയാൾ ആ പടത്തിൽ അഭിനയിക്കണേ. അപ്പോഴേക്കും എൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് തുടങ്ങി, എനിക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്നാൽ ഈ അഭിപ്രായം പറയുന്ന ആൾ എത്ര പടം എടുത്തു എന്നുള്ളതാണ് ചോദ്യം. അതെ, ഇതിന് ഞാനൊരു ഇത് ക്ലീശ സാധനമാണ്. കാരണം വെച്ചാൽ ഇപ്പം കുറേ ഇങ്ങനെ ആർഗ്യുമെൻ്റ് നടക്കുന്നതാണ്. ഞങ്ങൾ 150 രൂപ കൊടുത്തിട്ടാണ് ആ സിനിമ കാണാൻ പോയി, അപ്പം ഞങ്ങൾ അഭിപ്രായം പറയൂടാ. പക്ഷെ അഭിപ്രായം പറഞ്ഞു, വേറൊരാളുടെ അടുത്ത് വന്നിട്ട് ഈ സിനിമ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സിനിമയ്ക്ക് പോകാതിരിക്കേണ്ട കാര്യം എന്തല്ലേ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് വെണ്ടക്കായ ഇഷ്ടമാണ്? വെണ്ടക്കായ എനിക്കിഷ്ടമല്ല. വെണ്ടക്കായ മോശം ഇല്ല, ഒരിക്കലും മോശമാവില്ല. ഇത്രേ ഉള്ളൂ സംഭവം. നിങ്ങളുടെ പല ഇഷ്ടങ്ങളും എനിക്കിഷ്ടമല്ല. അതെ, ഇപ്പം ലോക സിനിമ വേട്ട മൂവി, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയണേ, കല്യാങ്കാട്ടി നീലി 20 വർഷമായിട്ട് സ്വീഡനിലായിരുന്നു, ഇങ്ങനെയൊക്കെയാണോ അതിൽ കഥ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് എന്തിൻ്റെ കഥ? ഒരു പാറ്റേൺ അത് നല്ല രീതിയിൽ എടുക്കുക. ആ ഒരേ പാറ്റേണിൽ സിനിമ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടെന്നാണ് ലോക എന്ന് പറഞ്ഞ സിനിമയിലായിട്ട് വേറെ ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാൽ, സാർ പറഞ്ഞ ആ പടം എന്നിട്ട് ഓടാണ്ടിരിക്കണമെന്ന് പറയണത് കേൾക്കാൻ നമുക്ക് 250-300 കോടിയിലേക്ക് ആയി. അത്ര വലിയ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ചെയ്യാത്ത ഒരു പടം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഇഷ്ടം മുഴുവൻ നിങ്ങളുടെ ഇഷ്ടമാണെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ട്രെയിനിങ് എടുക്കുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അവരെന്നെ ഇഷ്ടപ്പെട്ടാൽ മതി അല്ലേ? പക്ഷേ ഇത് വന്നിരുന്ന് ആ പടത്തിനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ആലോചിച്ച്, ചില സിനിമകൾ നല്ലതാണെന്ന് റിവ്യൂ കേട്ടിട്ട് ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടമാവാണ്ടിരുന്നുണ്ട്. സത്യം. ചിലത് പൊട്ടയെന്ന് വിചാരിച്ചിട്ട് കാണാൻ പോകാണ്ടിരുന്നിട്ട് പിന്നെ ടി വിയിൽ കണ്ടപ്പോൾ നഷ്ടബോധം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് അതിനെ പറ്റിയിട്ട് വല്ലാണ്ട് ടെൻഷൻ അടിക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ കാണുന്ന സിനിമ എങ്ങനത്തെ അറിയും? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം എവർഗ്രീൻ, CID മൂസ, തുരുപ്പ് ഗുലാൻ. 2-2.5 മണിക്കൂർ തിയേറ്ററിൽ എൻജോയ് ചെയ്യുക. കല്യാണരാമൻ. അതെ, ഈ CID മൂസയിൽ നമ്മുടെ ഹരിശ്രീ അശോകൻ 12ാമത്തെ നില സ്കൈ ലൈനിൽ നിന്ന് 2 ബെഡ് വെച്ചിട്ട് താഴത്തേക്ക് ചാടുമ്പോ ഇതിന്റെ ലോജിക്കൊന്നും നമ്മൾ അന്വേഷിക്കില്ല. ചത്തൂലെന്നൊക്കെ തോന്നും. ഞാനത് സാറ് പറഞ്ഞ ആലോചിച്ചിരുന്നു. കാരണം ക്യാപ്റ്റൻ രാജു സാറ് കാറിന്റെ അകത്ത് തുളയുണ്ടാക്കിയിട്ട് ഞാൻ കണ്ടുപിടിച്ച പുതിയ കാർ ഇത് ഒന്ന് പിന്നിലേക്ക് ഇറങ്ങി നോക്കി എന്തൊരു ചളിയായി പറയണേന്ന് തോന്നും. പക്ഷെ ഞാൻ ചിരിക്കും, ആ സമയത്ത് നമ്മൾ ചിരിക്കും, ഞാൻ ആസ്വദിക്കും. കാരണം എന്താ അറിയോ, എൻ്റെ ബിസിനസ് ടെൻഷൻസും എൻ്റെ ട്രെയിനിങ്ങിലുള്ള ടെൻഷൻസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ്റെ ടെൻഷൻസൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. ആ സിനിമ കണ്ടിട്ട് അത് എനിക്കൊരു ടെൻഷൻ ആവരുത്. ഇത് എൻ്റെ ടേസ്റ്റാണ്. പക്ഷെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവൻ ക്യാമറ നോക്കി, ഡയറക്ടറെ നോക്കി, ഛായാഗ്രഹണം നോക്കി, എഡിറ്റ് നോക്കി, ഇതൊക്കെ നോക്കിയിട്ട് സിനിമയ്ക്ക് പോകും. ഞാൻ ചോദിച്ചു പോലെ പരീക്ഷ എഴുതാൻ പോവാണെന്ന് ചോദിച്ചു. ഞാൻ പടത്തിന് പോകേണ്ട സിറ്റുവേഷൻസ് എപ്പോഴാണെന്ന് അറിയും. ചിലപ്പോൾ വണ്ടി സർവീസിന് കൊടുത്തിട്ട് കിട്ടാൻ നേരം വൈകും. ഇപ്പം എന്ത് ചെയ്യുക, പടത്തിന് പോവാം. മനസ്സിലായി. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കണം നേരത്തെ എല്ലാവരും വേണ്ടി പടത്തിന് പോയാലോ. മക്കളെ ചിലപ്പോൾ പറയും, അപ്പോൾ അവർ പടത്തിന് പോയാലോ. വൈ നോട്ട്? പടത്തിൽ പോയിട്ട് പടം മാത്രമല്ല നമ്മൾ ആസ്വദിക്കണേ, അവിടുത്തെ പോപ്കോൺ ആസ്വദിക്കുന്നുണ്ട്, പപ്സ് ആസ്വദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് എൻജോയ് ചെയ്യുമ്പോഴാണ് പടം. അതൊരു കോമ്പോ ഇതാണത്. കാരണം തീർച്ചയായിട്ടും ഇത് ഓരോരുത്തർ പോയിട്ട് ഏതാണ്ട് പരീക്ഷയ്ക്ക് മറ്റേ എസ് എഴുതുന്ന പോലെയാണ്. അതിൽ ആ സീനിൽ അവിടെ ഒരു മിസ്റ്റേക്ക്, ഈ സീനിൽ ഇവിടെ ഒരു മിസ്റ്റേക്ക്. എന്നാൽ മിസ്റ്റേക്ക് ഇല്ലാണ്ട് ഒരെണ്ണം പിടിച്ച് കാണിച്ചാന്നേ. ഞാനൊരു പുസ്തകം വായിച്ച മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ്, ലവിനെ കുറിച്ചിട്ട് എഴുതിയിട്ടില്ല. അങ്ങനെ ബുള്ളറ്റ് പോയിന്റ്സുകളാണ്, ബുക്ക് മുഴുവനാണ് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് ഓരോരോ കോട്ടുകൾ. ലവ് ഈസ് ഡിവൈൻ, ലവ് ഈസ് പ്രഷ്യസ്, ലവ് ഈസ് അത്, ലവ് ഈസ് ഇത്. എൻ്റെ ഒരു മാഷ എനിക്ക് തന്നെ ഈ പുസ്തകം. എൻ്റെ സകലമാന ഗുരുവും പൊട്ടി ആദ്യത്തെ ഒരു പേജ് വായിച്ചപ്പോൾ തന്നെ. അപ്പോൾ ആൾ പറഞ്ഞു കീപ് റീഡിങ്. അങ്ങനെ 2 പേജ് കൊണ്ട് വായിച്ചു. നമ്മൾ പറയുന്നത് നടക്കൂല, ചളി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചളി. വളർന്ന പിന്നെ അവസാനത്തെ പേജ് വായിച്ചിട്ട് പൊക്കോന്നു. ലാസ്റ്റത്തെ പേജ് എടുത്തപ്പോൾ അതിനകത്ത് ഓദർ റീഡർക്ക് എഴുതിയിട്ടുള്ള ഒരു എഴുത്താണ്. ഹലോ റീഡർ, എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ എന്നെ ഒരുപാട് വെറുപ്പാണ്. പിന്നെ സത്യം ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചുള്ളൂ നിങ്ങളെ ഏത് പൊട്ടനത് എഴുതിയത്. ഈ പുസ്തകത്തിൽ നിന്ന് പുതിയതായിട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വിച്ച് മീൻസ് ഇതിലുള്ള എല്ലാ കോണ്ടന്റും നിങ്ങൾ നേരത്തെ എപ്പോഴോ വായിച്ചതോ അറിയുന്നതോ ആണ്. സത്യം. അവസാനത്തെ ഒരു സെൻറ്റൻസാ തകർത്തേ. എന്നിട്ട് എന്തേ സുഹൃത്തെ ഇതുപോലൊരു പുസ്തകം താൻ എഴുതിയില്ല. കറക്റ്റ് അല്ലേ അത്? അത് കേട്ടവഴിക്ക് എനിക്കൊരു സമാധാനമായി. എനിക്ക് എഴുതാനും അതിനേക്കാൾ നല്ല പുസ്തകം. സത്യം. ഞാൻ ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടതല്ലേ, ഒരുപാട് സിനിമക്കാരുടെ റിവ്യൂ കണ്ടിട്ട് ഞാൻ കുറ്റം പറയണ ആളല്ലേ. എനിക്ക് എന്തെങ്കിലും പടം പിടിച്ചിട്ടൊന്ന് കാണിച്ച് പ്രൂവ് ചെയ്യുന്നു.
പുതിയൊരു സിബി മലയിൽ വരട്ടെ. അപ്പോൾ സാറിനും തിരക്കാണ് എനിക്കറിയാം. കാരണം ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ സാറ് വന്നേക്കുന്നത്. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലും എൻ്റെ അടുത്ത് ചോദിച്ചത് ഇന്ന് വരണോ, കാരണം ഇന്ന് ബോബി ചെമ്മണ്ണൂരായിട്ട് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് അതെ, പറഞ്ഞു. അദ്ദേഹം ഇവിടെ ബോൾഗാട്ടിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ട്രെയിനിങ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ല, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനെ കാണുന്ന കാര്യങ്ങൾ ഞാനും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി നിങ്ങൾ തമ്മിൽ കണക്ഷനും ഉണ്ട്. പിന്നെ ആള് പേഴ്സണലി മീൻസ് ഹീസ് മൈ ബോസ്. ആ റൈറ്റ്. കഴിഞ്ഞൊരു 9 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. ആള് വേറെ ലെവലാണ്. അതെ, വേറെ ഒരു വൈബാണ്. നമുക്ക് ഒരിക്കലും ഞാൻ കുറേ മലയാളിമാരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മലയാളി ആദ്യം കുറേ സൽഗുണ സമ്പന്നന്മാരായിട്ടുള്ള പലരുടെയും ചെക്ക് മടങ്ങിയതും വളഞ്ഞതൊക്കെ അവിടെ വീട്ടിലിരിക്കില്ല. അതിൽ ഒരെണ്ണം പോലും പോച്ചടയില്ല. സത്യം, അതിൽ ഒരെണ്ണം പോലും പോച്ചടയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമുണ്ടായിരുന്നില്ല ആദ്യം. എനിക്കും ആളുടെ ഈ വേഷവും വേഷവും പാടും പന്തിയും ഒക്കെ കൂടി കണ്ടുപിടിക്കും. എനിക്ക് പുള്ളിയുടെ 1-2 മീറ്റിങ്ങുകൾ അറ്റത് പുള്ളിയുടെ സംസാരങ്ങൾ കേട്ടപ്പോഴാണ് നമ്മൾ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ കാണണമെന്നല്ല ആള് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, ഈ വേഷം, ഈ മുണ്ടും റൗക്കാന്നാ പറയാ. ഈ പണ്ടത്തെ നസ്രാണി ഫാമിലികളിൽ ആണുങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് റൗക്ക എന്ന് പറയുന്നത്. ചില ആളുകൾ കളിയാക്കിയിട്ട് മുണ്ടും ചട്ടി ഇട്ടിട്ടുള്ള ബിസിനസ്. മുണ്ടും ചട്ടി സ്ത്രീകളിടുക. ഈ അമ്മമാരുടെ മറ്റേ വാലിടുക, അതാണ് മുണ്ടും ചട്ടി. അത് സ്ത്രീകളിടുക. എന്നിട്ട് അതുപോലെ അറിയണമാണ് ഓരോരുത്തർമാർ അദ്ദേഹത്തിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് മുണ്ടും ചട്ടി ഇട്ട് നടക്കാന്ന് പറയും. ഇത് റൗക്ക എന്ന് പറയുന്നത് അങ്ങനത്തെ. പക്ഷെ അതിന് കുറച്ച് ഓൾട്ടറേഷനൊക്കെ ആൾ വരുത്തിയിട്ടുണ്ട്. ഒരു സിബൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആളുടെ അപ്പൂപ്പൻ്റെ വേഷമാണ്, അച്ഛൻ്റെ വേഷമാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങോർക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒന്നും ഇല്ലല്ലോ, അങ്ങോർക്ക് അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും സിബ് വന്നിട്ടുണ്ടാവും, പോക്കറ്റൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ആൾക്ക് മൊബൈൽ ഉണ്ടാവില്ല, ഇങ്ങോർക്ക് മൊബൈലുണ്ട്. മൊബൈൽ അദ്ദേഹം എല്ലാം ഹാൻഡിൽ ചെയ്യുക, സെക്രട്ടറീസ് ഉണ്ട്. ഞാൻ ഇദ്ദേഹത്തോട് ഈ സാധനം ചോദിച്ചു, എന്താണ് ഈ വേഷം? അപ്പോൾ ആൾ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെ കാർന്നരുടെ ആയിരുന്നു വീട്ടിലത്തെ തറവാട്ടിൽ. എന്തോ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, എന്തോ നമ്മുടെയൊക്കെ വീടുകളുണ്ടാവില്ലേ കാർന്നമാരൊരു പെട്ടി ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഈ ഡ്രസ്സ് ഇരിക്കുന്നു. അതെടുത്തിട്ട് നോക്കിയപ്പോൾ നല്ല കംഫർട്ട്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ മുതലാളിനെ പേര് പറഞ്ഞിട്ട് റോട്ടിലിറങ്ങിയിട്ട് കുട്ടികളോട് ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറയും. അറിയില്ല. ബോച്ചയുടെ പടം കാണിച്ചു ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചു സത്യസന്ധമായിട്ടുള്ള കാര്യം. അത് തീർന്ന ബിസിനസ്സുകാരനാണ്. കുട്ടികളെന്ന് വേണ്ട, പ്രായമുള്ള ആളുടെ ചോദിച്ചാൽ കേരളത്തിൽ മലയാളികളുടെ ആരുടെ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാൽ അപ്പൊ പറയുന്നു. അതാണ് അയാളുടെ മാർക്കറ്റിംഗ്. അത്രേ ഉള്ളൂ. ഇതില് ഞാനിത് ചോദിച്ചപ്പോൾ ആളെൻ്റെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്താ ഈ വേഷം ചോദിച്ചു. ഞാൻ പറഞ്ഞു കംഫർട്ടാണ് സാർ ഇത്. പറഞ്ഞു നിനക്ക് കംഫർട്ടുള്ള ഡ്രസ്സ് ഇടാൻ എനിക്ക് കംഫർട്ടുള്ള ഡ്രസ്സ് എനിക്ക് ഇട്ടൂടെ. ഞാൻ പറഞ്ഞു നമ്മളെ പ്രശ്നം തീർന്നു, പ്രശ്നം തീർന്നു. സാറിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ സാറ് എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, അത് നല്ല വൃത്തിയായിട്ട് ചെയ്യും. ആളുടെ ചിന്തകളൊക്കെ പോണ വഴികളുണ്ടല്ലോ വേറെ ലെവലാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണണമെന്നൊക്കെ പലരും പറയുന്നു, മാത്രം ഒന്നും വിഷയമുള്ള കാര്യം. ആള് ചെയ്തിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വേറൊരാൾ ചെയ്യില്ല. ഭ്രാന്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. നിങ്ങൾ മറഡോണനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നല്ലോ, അത്ര എളുപ്പമെന്ന് വിചാരിച്ചത് ഒരാളെ കൊണ്ട് സാധിക്കില്ല. ഈ മറഡോണെ കൊണ്ടുവന്നാൽ മാത്രം പറയാം, ഇതിന് എടുക്കേണ്ട ഗവൺമെൻറ് പെർമിഷനുകൾ, ഇയാളുടെ സെക്യൂരിറ്റി സിസ്റ്റം, അത്രയും പോലീസുകാർ, ഇനി അത്രയും വലിയ പൈസ മുടക്കിയിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിനൊരു ടേക്ക് ഹോം ഉണ്ടാവണ്ടേ. കറക്റ്റ്. ആ ബിസിനസ്സിന് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണ്ടേ. അപ്പം എത്ര ആള് വരണം, ആ ക്രൗഡ്, ഇതൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ചെന്നിരുന്നിട്ട് മെസ്സി ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ മെസ്സി ഇങ്ങോട്ട് വരുന്നില്ല. മറഡോണെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞാൽ മറഡോണ ഇങ്ങോട്ട് വണ്ടി വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ അയാൾ കൊണ്ടുവന്നു. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതെ അതെ, പോസിറ്റീവ് മാത്രം നോക്കിയാൽ പോരെ. കറക്റ്റ്. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്താണ്, എല്ലാം ചെയ്യണം പക്ഷെ എല്ലാത്തിനും ഒരു മറ വേണം. അങ്ങോർക്ക് അതില്ല. ഇല്ല. അങ്ങൊരു മുഖത്ത് നോക്കി പറയും, ആളത് പബ്ലിക്കായിട്ട് പറയും. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, അത് വേണമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കണം. സാർ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടാണ്. സാറിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ലോ പോയിട്ടുണ്ടെങ്കിലും എന്താ പറയുക, അത്യാവശ്യം നമുക്കൊരു. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് വല്ലാണ്ടിരിക്കുന്ന സമയത്ത് ബോബി സാറിന് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സംശയം, തകർന്നടിഞ്ഞ് നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്നൊക്കെ, നമുക്കാരാ മോട്ടിവേഷൻ തരാം? അതെ, നമ്മളിതിപ്പോൾ അത് ഉണ്ടാക്കി കൊടുന്ന് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നല്ലോ ഇപ്പോൾ ഇത് അല്ല. അപ്പം ഒരു സമയത്ത് ബിസിനസ്സിലും അല്ലെങ്കിൽ ട്രെയിനിങ്സിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്യൂ, ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ ഈഗോ ഉണ്ടാവുമല്ലോ, ഈഗോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ അടിച്ചൊരു മൂലക്കിലിരുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെ. ഇരുത്തിയവരൊക്കെ ഇന്ന് മൂലൊക്കെ എഴുതുന്നുണ്ടല്ലേ? അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പം അന്ന് ഞാനിതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് വിട്ടാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഇദ്ദേഹത്തോട് ഒരു 15 മിനിറ്റ് സംസാരിച്ചതാണ് ഞാൻ ചാർജായി. എനിക്ക് തല പൊളിഞ്ഞിരിക്കണ സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പുറത്താക്കുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അല്ലേ ചില ഓഫീസ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പം അങ്ങനെ ഒരു ഓഫീസ് പൊളിറ്റിക്സിൽ പെട്ട് ഞാനിങ്ങനെ ആകെ തകർന്നടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനൊരു സിദ്ധത്തെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ദുബായിലായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഇതിനൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന്. ഞാൻ ഇപ്പോൾ ദുബായിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ കാത്തിരിക്കാം സാർ, എന്നാ വരിക ചോദിച്ചു. പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊന്നും അധികം വൈകിപ്പിക്കേണ്ട, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഒരു ഫോട്ടോ കൂടെ ഇടുന്നു. ഞാൻ അയച്ചു കൊടുത്തു. 2 ദിവസത്തിനുള്ളിൽ വിസ വന്നു. സെക്രട്ടറി വിളിക്കും എന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം സെക്രട്ടറി വിളിച്ചിട്ട് ചോദിച്ചു എപ്പോഴേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പം കിട്ടിയാൽ ഇപ്പം കയറും ഞാൻ. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കണേന്ന്. ആൾ ചിരിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഇന്ന് വേണ്ട, നാളേക്ക് ടിക്കറ്റ് റെഡിയാക്കാന്ന് പറഞ്ഞു. ടിക്കറ്റ് റെഡിയാക്കി ഞാൻ ദുബായ് ചെന്നു. ദുബായ് മീൻസ് UAE. 4 ദിവസം കാത്തിരുന്നു ആളെ കാണാൻ. അദ്ദേഹം തിരക്കിലാണ്, അദ്ദേഹം അവിടെ വെറുതെ എപ്പോഴും വർക്കിംഗ് ആണേ. പുതിയ ബിസിനസ്സുകൾ, ഡീലുകൾ, കാര്യങ്ങളൊക്കെ. 4 ദിവസം കാത്തിരുന്നു. 5ാമത്തെ ദിവസം ആൾ പറഞ്ഞു ഇന്ന് കാണാം, പക്ഷേ നല്ല തിരക്കുണ്ട്. ഞാൻ ചോദിച്ചു സാറ് ഇപ്പോൾ എവിടെയുള്ളത് ചോദിച്ചു. ഞാൻ അബുദാബിയിലുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട്, ആളെന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അവിടെ പോയി കണ്ടു. 20 മിനിറ്റ് നേരം സംസാരിച്ചു. എൻ്റെ പ്രോബ്ലം സോൾവ് ആയി. സാറ് പറഞ്ഞു നീ നാട്ടിൽ പോക്കോ, ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ടാവുന്നു. ഇത് പറയാനാണ് ദുബായിക്ക് വരുത്തിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ കെയറിങ്. സത്യം. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ നിന്നാൽ അദ്ദേഹം നമ്മളെ കെയർ ചെയ്യും, അല്ലാത്ത ഒരാൾ മൈൻഡ് ചെയ്യൂല. സത്യം. അപ്പോൾ ആൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക, ചിലപ്പോൾ ആൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും കൊണ്ടുണ്ടെന്ന് തോന്നിയോണ്ടായിരിക്കുമല്ലോ. അത് പ്രൂവ് ചെയ്യലാണ് എൻ്റെ പണി. അത് പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. നമ്മളുണ്ടാവുന്ന സംഭവം എന്താ പറയുക, നമ്മളൊരു കമ്പനിയിൽ നിൽക്കുമ്പോൾ ആ കമ്പനി ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ആ കമ്പനി എൻ്റെയും. ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റുന്ന സമയത്ത് ആ കമ്പനി നിൻ്റെ എന്ന് പറയുന്നത് എന്തിനായോ. സെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ അപ്സും ഉണ്ടാവും ഡൗൺസും ഉണ്ടാവും. കറക്റ്റ്. ഇത് രണ്ടും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാത്തവൻ ബിസിനസ്സിലേക്ക് വരരുത്. അല്ലേ, ബിസിനസ് നന്നായി പോകുമ്പോൾ ഇതൊക്കെ എൻ്റെ കഴിവ്, ബിസിനസ് താഴെ പോകുമ്പോൾ ഇതൊക്കെ വല്ലവൻ്റെ ഫോൾട്ട്. അത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാനിപ്പോഴും എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ട്, എല്ലാം ശരിയാവും. എല്ലാ അനുഗ്രഹങ്ങളും ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പിന്നെ അപ്പനും അമ്മയൊക്കെ വീട്ടിലിരുന്ന് നല്ല പ്രാർത്ഥനയാണ് നമുക്കൊക്കെ വേണ്ടിയിട്ട്. അവർക്ക് നല്ല പണി, അവർ റിട്ടയർഡ് ആയില്ലേ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബം കൂടെ നിർത്തണം. അപ്പനും അമ്മയ്ക്കൊക്കെ ഒരുപാട് റോളുണ്ട് നമ്മുടെ ലൈഫിൽ. ഞാൻ എന്തായാലും സാറിൻ്റെ സമയം കൂടുതലായിട്ട് ഇതാകുന്നില്ല. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ സാറിൻ്റെ കാര്യം പറഞ്ഞു പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് കോൾ വന്നിട്ടുണ്ടായിരുന്നു സെക്രട്ടറിയുടെ. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഡയറക്റ്റ് പോകുന്നത്. അതെന്തിനാ പോണെന്നറിയോ, ആളെനിക്കൊരു ഓണ സമ്മാനം തരുന്നുണ്ട്, 2 പവൻ്റെ ഒരു കോയിൻ. അത് വാങ്ങാനാണ് ഈ പോണത്. 2 പവൻ്റെ കോയിൻ ഓണസമ്മാനം. ഞാനും വേണമെങ്കിൽ കൂടെ വന്നാൽ നമുക്കൊരു 1/2 പവനെങ്കിലും ബോബി സാർ തരും. അപ്പോൾ എന്തായാലും പോയി മേടിക്കുക. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ എല്ലാ അന്വേഷണം അറിയിക്കുക. അദ്ദേഹത്തിനോട് പറയാം ഞങ്ങളൊരു ചെറിയൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഗസ്റ്റായിട്ട് പുള്ളിനോട് വരാൻ പറയണം. അപ്പൊ എന്തായാലും ഇനിയിപ്പോ കൂടുതലായിട്ട് സംസാരിച്ച് സാറിന് സമയം കളയുന്നില്ല, നിർത്താം. JC സ്റ്റുഡിയോ സാറ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും സാറിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. വീഡിയോസ് വരുമ്പോൾ എന്നെ കൊളാബ് ചെയ്യണം. തീർച്ചയായിട്ടും. ഓക്കെ സാറേ, താങ്ക് യു വെരി മച്ച്.